ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അനിശ്ചിതമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട CN ബാലകൃഷ്ണൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറിയായി കഴിഞ്ഞ 2 മാസം മുമ്പ് നിയമനായ അഡ്വക്കേറ്റ് അനിൽകുമാറിന് സ്വീകരണത്തിന്റെ പരിപാടിയിൽ പരിശോധിക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനുമായ പ്രിയപ്പെട്ട ജോൺസൺ, ഇന്ന് ഈ ലോകത്തിന് ലോകം നൽകാൻ ലഭിച്ചിരിക്കുന്ന ഫാദർ ജോസഫ് സ്റ്റീഫൻ അവരുടെ നമ്മളെ കുഞ്ഞാലിലൂടെ ജില്ലാ കോൺഗ്രസ് സെക്രട്ടറിയായ പാഠാളികളായ പ്രിയപ്പെട്ട ശ്രീ സൗമാനം, MP പ്രസിഡന്റ് ജോസഫ് കാലത്ത്, സീനിയർ തോമസ്, ബഹുമാനപ്പെട്ട വയറിലായ കോൺഗ്രസ് നേതാക്കള്, മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകന്മാര്, മറ്റ് സഹോദരികളെ സഹപ്രവർത്തകർ, ഞാനിപ്പോ പ്രസംഗിക്കുകയാണെങ്കിൽ നല്ലതാണ് പറയാൻ പാടുള്ളത്. എനിക്കാണെങ്കിൽ കുറച്ച് അതിനകത്തും പറയുന്നത് പക്ഷെ നന്മ പറയാൻ മാത്രം പറയാൻ പാടുള്ളൂ. നമ്മുടെ പാർട്ടിയിൽ 3 തരത്തിലാണ് ഭാരവാഹികൾ. 40 വയസ്സ് വരെ ഒരു ഭാഗം ഈ പകരം വഹിക്കുന്നത് ഞാനാകട്ടെ അവരുടെ പിന്നെ 40 ശേഷം 60 വയസ്സ് വരെയുള്ള കുറച്ചാണ്. എന്നൊക്കെ ഉള്ള 60 വയസ്സ് അറിയില്ല അത്ര അങ്ങനെ സമ്മിശ്രമായിട്ടുള്ള ഭരണ DCC ഭാഗ്യത്തിൽ ഇവിടെ ഈ നിയോജകമുണ്ട്. പിന്നാലപ്പണം നമ്മളെ പാർട്ടിയിൽ നിലനിൽക്കുന്ന ചാൻസ് ഒരു കൂട്ടലിൽ ജനറൽ സെക്രട്ടറിമാർ അപ്പൊ 2ാമത് പറയാം പരസ്പരം ആലോചിച്ച് തമ്മിൽ പെരുമാറിച്ച് തമ്മിൽ വിശ്വസിച്ച് പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് നിങ്ങൾ ഒരുമിച്ച് നിന്ന് പാർട്ടി ശക്തിപ്പെടുത്തണം, ആദ്യമായി രക്ഷിക്കണം. പാർട്ടിയിൽ കോൺഗ്രസിൽ അതിനെ ഒരാൾ നടന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയില്ല. ഇപ്പൊ അവിടെ സാഹിത്യ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ രംഗത്തും നടന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. സർക്കാരല്ല പാർട്ടികൾ എല്ലാ കാലത്തും ഓടിച്ചിട്ടുള്ളതാണ്. നമുക്ക് വേണ്ടതാണ്. അപ്പൊ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സൈനികവാദിനെ നമ്മൾ ഞാൻ ബന്ധത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കുടുംബമായി അച്ഛനായിട്ട് പ്രവർത്തിക്കുന്നത് സുഖമായിട്ട് നടന്നിരുന്നത് അതിനേക്കാൾ വളരെ കുടുംബം വിശ്വസനാച്ച ഒരു കുട്ടിയാണല്ലോ. ചെറുപ്പക്കാരായിട്ടുള്ള നിങ്ങളിൽ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അവരുടെ സ്വഭാവമായിട്ട് ഈ ചടങ്ങ് വരുന്നില്ല. ഞാൻ കൂടുതൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ കാലത്തോട്ട് 6 ചെറുപ്പക്കാർ ഭാരവാഹികൾ ഇത് അവരുടെ നിർദ്ദേശം മുന്നോട്ട് പോകും. അതിന്
ഒഴുകി ചേർന്ന സ്ഥാനത്തല്ലാതെ എത്ര മകളെ പോലെ മനസ്സിലായിരിക്കും തെറ്റിദ്ധരിക്കുക. എംഎസ്എന്റെ കല്യാണം നിശ്ചയത്തിൽ എന്റെ സമർപ്പണം അതുപോലെ കല്യാണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്നു ഞാനായിരുന്നു. എല്ലാ കാര്യത്തിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരൻ കേസിയുടെ യൂത്ത് കോൺഗ്രസിലൊക്കെ നടന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്ന് തനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് ചെറുതാക്കി കാണുക. വിളിക്കുന്നവരെല്ലാവരും പറയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംബന്ധിച്ച് മഹത്തായ പ്രസ്ഥാനത്തില് അവസാനത്തെ സംബന്ധിച്ച് നമുക്ക് വർദ്ധിക്കാൻ സാധിക്കില്ല. അത്രമാത്രം വലിയ പ്രസ്ഥാനത്തില് ജില്ലയുടെ ഒരു ഭാഗമാണ് കോൺഗ്രസ്. അപ്പോ ഈ നല്ല ഉത്തരവാദിത്തം ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് പാർട്ടിയുടെ മുഖ്യകാര്യത്തിന് പല പ്രശ്നങ്ങളുണ്ട്. സ്വന്തമായി പ്രായങ്ങളോടെ വെച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. മൊത്തത്തിലാക്കി പ്രായം അതാണ് ആദ്യം പറഞ്ഞത്. രാഷ്ട്രീയമായി ഈ നല്ല ബന്ധത്തില് ഒരുമിച്ച് നിന്ന് ഈ പാർട്ടി ശക്തിപ്പെടുത്തണം. ഇനി ആദ്യം ആലോചിച്ച കാരണം ഒരു തെറ്റിദ്ധാരണ ആർക്കും ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാല് ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് നിന്നാൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാതെ ഭിന്നിപ്പിച്ചുള്ള പ്രശ്നം വയ്ക്കുന്നില്ല. വസ്തുത പഠിക്കരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ നന്നായിരിക്കുന്നത് പാർട്ടിയെ വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നോക്കുണ്ടാവുകയാണ്. ഇന്ന് നമുക്ക് നല്ലൊരു അന്തരീക്ഷമാണ്. നല്ല അന്തരീക്ഷം തോന്നിയാൽ നല്ല അന്തരീക്ഷം നമ്മുടെ ഏത് സംസ്ഥാനത്തൊക്കെ നല്ല അന്തരീക്ഷമാണ്. അതുകൊണ്ട് ഈ വളരെ കാര്യങ്ങൾക്ക് നേരിടുന്നുണ്ട്, രാഷ്ട്രീയപരമായിട്ട് നേരിടുന്നുണ്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ അതൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? പരസ്പരം ബഹുമാനിക്കണം. പരസ്പരം ബഹുമാനിക്കാത്ത നമ്മൾ പാർട്ടിയിലേക്ക് പ്രശ്നമാണ്. ആരും അന്വേഷിക്കില്ല, ആരും അന്വേഷിക്കില്ല. അതിന് ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ പാർട്ടി. നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ഇവിടെ ഇരിക്കുന്നവരുടെ നേതാക്കന്മാർ ഈ പാർട്ടിയോട് കഷ്ടപ്പാടിക്കുന്നവരെ മുന്നോട്ട് അപേക്ഷിക്കുക. ഇങ്ങനെയുള്ള നമ്മൾ വളരെ ശ്രമിച്ചു. മാത്രമല്ല ഈ തൃശ്ശൂർ പാർലമെന്റ് തൃശ്ശൂർ പാർലമെന്റിനെ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ ജില്ലയിലെ പഴയ പാർലമെന്റ് രാഷ്ട്രീയപരമായിട്ട് ജയിക്കാൻ വളരെ ബുദ്ധിമുട്ട് ജയിക്കുന്നതാണ് സംശയമില്ല. പക്ഷേ പാർട്ടി യോജിപ്പിച്ചു നിന്ന് അത് രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കൂടി ബുദ്ധിമുട്ടുന്നു. അങ്ങനെ അവസരത്തിലാണ് നേതൃത്വം ലഭിക്കുന്നത്. ഇനി പന്ത്രണ്ടിലേക്ക് സാധ്യതയുണ്ട്. പക്ഷെ കഷ്ടപ്പാട് കഴിക്കണം. ഗവൺമെന്റ് 4 ഉത്തരവാദിത്വം 2 ദിവസത്തിലെ ഒരു പണിമുടക്കോടും പ്രശ്നമില്ല. അങ്ങനെ പ്രശ്നത്തിലേക്ക് താൻ ചെയ്യുന്നില്ല. അവർ ഇരുന്നതിലൂടെ കഷ്ടപ്പാടിലൂടെ ബുദ്ധിമുട്ടിലൂടെ പരസ്പരം പാർട്ടിയെ സ്നേഹിച്ച് പാർട്ടി പ്രവർത്തകന്മാരെ തീരുമാനിച്ച് അവരെ ഒരുമിച്ച് നിർത്താനുള്ള കഴിവ് അതുകൊണ്ടാണ് അവരുടെ മാത്രം ജീവിക്കാൻ സാധിക്കും. എന്റെ അനുഭവം പറയാം. അതുകൊണ്ട് തനിക്ക് കിട്ടിയ ഈ അംഗീകാരം അത് പാർട്ടി പ്രവർത്തകന്മാർക്ക് നേതാക്കന്മാർക്ക് കൊടുക്കുക. അവരനുഗ്രഹം ആശീർവാദം കഴിക്കുക. കഴിഞ്ഞ കാലത്ത് ചെയ്ത തെറ്റോ ശരിയോ ഒന്നും പ്രോസസ് ചെയ്യണ്ട. പാർട്ടി അത് നോക്കിയിട്ടില്ല, അംഗീകാരമില്ല. പാർട്ടി മത്സരിച്ചത് തങ്ങളുടെ അംഗീകാരമല്ല, തമാശയുടെ അംഗീകാരമാണ്. സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. അതിലൊരു സംബന്ധിച്ച് അവരുടെ ഭാരവാഹികളുള്ളത്. അതിനൊപ്പം തന്നെ 2 ഭാരവാഹികൾ വേറെ വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് ആദിത്യ വന്നിട്ടുണ്ട്, ജോസ് വിളിച്ചത് ചെറുപ്പക്കാരൻ വന്നത്. അതൊക്കെ അവർക്ക് അർഹതപ്പെട്ടത് കൊടുത്തതാണ്. അല്ലാണ്ട് ആദ്യം കാര്യത്തിലേക്കുണ്ടല്ല, എഴുതിക്കുന്നവരല്ല. പക്ഷെ അത് നിലനിർത്താത്ത അവസരമല്ലോ. അതാണ് ഏറ്റവും വലിയ അംഗീകാരം കിട്ടുമ്പോൾ തന്റെ പ്രവർത്തനത്തിനും സ്വഭാവത്തിലും കഴിഞ്ഞ കാലത്ത് അതിന് വളരെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നമ്മുടെ വലിപ്പം വലിയൊരു ഭാഗത്ത് വലിയ സ്ഥാനം കിട്ടുമ്പോൾ നമ്മുടെ എല്ലാ രംഗത്തും പ്രവർത്തനത്തിൽ അത് മാറ്റം വരുത്തുന്നു. അങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ട് പോരായ്മ മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് എനിക്ക് ഉദ്ദേശിക്കാറ്. തീർച്ചയായിട്ടും എന്റെ സഹപ്രവർത്തകനായിരിക്കും ഞാൻ പലപ്പോഴും റഫാണ്. എന്റെ സ്വാഭാവികം ഒന്നും കൊടുക്കില്ല, എങ്ങനെയാണെന്ന് പറയാനില്ല. പക്ഷേ ചെറുപ്പക്കാർ സ്വഭാവത്തെ ശരിക്കും പഠിച്ചിട്ടുണ്ട്. വളരെ ലളിതമാണ്. അവരുടെ എല്ലാ സ്വഭാവത്തിനും അറിയാം. അതുകൊണ്ട് ഞാൻ മുൻപ് പോകുന്നത് വളരെ ശക്തിയെന്ന് പറഞ്ഞു. കാരണം മഹാഭൂരിപക്ഷം ചെറുപ്പക്കാരാണ്.
പക്ഷെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അതുകൊണ്ട് വളരെ നേട്ടമുണ്ടാവുമെന്ന് നിരീക്ഷിക്കുക. MS അനിൽകുമാറിനെ കൊണ്ടു, മറ്റ് പുതിയ പുതിയ ഭാരവാഹികളെ കൊണ്ടു, ഉള്ള ഭാരവാഹികളെ കൊണ്ടു വളരെ നല്ല രീതിയിൽ പാർട്ടി കൊണ്ടു നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനും അന്ന് തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു ഭയപ്പെടുന്നില്ല, പരസ്യപ്പെടുത്തുന്നില്ല, പത്രത്തിലൂടെയല്ല, ഫോക്കസ് ചെയ്തില്ല, ഇങ്ങനെ പോകണം എന്നുള്ള നിർദ്ദേശം അതിലൊന്നും ശരിയല്ലോ. ഉയർന്ന നേരങ്ങളിലേക്ക് ചെറുപ്പക്കാരുടെ അത് നിലനിർത്താൻ അതുകൂടി ഉണ്ടാവും. നമുക്ക് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് ഒരു നല്ല അവസരം ഞാൻ പറയും, പക്ഷെ മോശം അവസരം അതൊന്നും മാറ്റമില്ല. ഈശ്വരനുസരിച്ചതൊക്കെ നടക്കും. എല്ലാ ഈശ്വരത്തിനുണ്ടാവാൻ നമുക്കൊക്കെ കൂട്ടായി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷത എല്ലാ പ്രവർത്തകരും ഈ പാർട്ടിയുടെ നാളത്തെ പ്രവർത്തനത്തിനുള്ള എല്ലാ ഈശ്വരത്തിലേക്ക് നൽകിക്കൊള്ളും. വളരെ സന്തോഷത്തോട് വളരെ സുഖം അദ്ദേഹക്കാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവരുടെ അഞ്ചലും ആശീർവാദം കാണുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് President C.N. Balakrishnan, ഇരിഞ്ഞാലക്കുട നഗരത്തിൻ്റെ പൈതൃകത്വം ഏറ്റുവാങ്ങുന്ന MC കോളേജ് നഗരപിതാവ് C. ജാക്സൺ, DCC ജനറൽ സെക്രട്ടറിമാരെ, ഭാരവാഹികളെ, സ്വീകരിച്ചിരിക്കുന്ന മഹത് വ്യക്തികളെ, സദസ്സിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു വേറിട്ട വേഷം, വേറിട്ടൊരു വ്യക്തിത്വമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നാട്ടുനാരായണൻ ആരംഭിച്ച ശ്രീ ഗോപകുമാർ കാലിനെ കൈവിളക്കെ എന്നുള്ള ആ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ എനിക്ക് തോന്നി ക്രൈസ്തവാലയത്തിൻ്റെ ഓഡിറ്റോറിയമാണല്ലോ. മുന്നോട്ട് നോക്കിയപ്പോഴും സദസ്സിൽ നോക്കിയപ്പോഴും ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്, അങ്ങനെയുള്ള ഒരു സദസ്സിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് തോന്നി. ശ്രീ അനിൽകുമാർ ഞാൻ ജന്മം നൽകിയതെങ്കിലും എൻ്റെ ഒരു മകനായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. 5 വർഷത്തെ അനിലിൻ്റെ കലാലയ ജീവിതത്തിൽ അനിലിനെ നിയന്ത്രിക്കാനും അതിനെ ഉപദേശിക്കാനും മാർഗനിർദ്ദേശം നൽകാനും എനിക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും നല്ല ചൈതന്യവും സർഗശക്തിയും ഇനിഷ്യേറ്റീവുള്ള ഒരു യുവാവ് വൈദികരുടെ മധ്യ തീയിൽ കൊടുത്തതാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഞാൻ അനിൽകുമാറുമായിട്ട് നിരന്തര സമ്പർക്കത്തിലാണ്. അത് എവിടെ വെച്ചൊക്കെയാണെന്ന് വെച്ചാൽ വളരെ സ്ട്രേഞ്ചായിട്ട് തോന്നാം. അനിലിനറിയാം. പലപ്പോഴും എനിക്ക് എഴുതുകയും ഞാൻ അതിന് മറുപടി നേരെ കാണാൻ പറ്റാത്ത അവസരങ്ങളിൽ പോലും അനിൽ
എനിക്ക് എഴുതിയിട്ടുണ്ട്. അതിനെ ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഞാൻ പ്രിൻസിപ്പളായിരുന്ന 6 വർഷവും എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പെരുമാറിയിട്ടുള്ളത്. ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ജാക്സൺ എൻ്റെ സ്റ്റുഡൻ്റാണ്. അതുപോലെ തന്നെ ജോൺസൺ, ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എൻ്റെ കൂടെ സഹപ്രവർത്തകരുടെ ധാരാളം അധ്യാപകരുടെയുണ്ട്. അവർക്ക് അറിയാം എത്ര ഡയറി ആയിട്ടുള്ള ചെറുപ്പക്കാര് ഡോൺ ബോസ്കോയിൽ പഠിച്ച് ക്രൈസ്റ്റ് കലാലയത്തിലേക്ക് വന്നിട്ട് ഓഡിറ്റോറിയത്തിലൊക്കെ തിരിക്കുമ്പോൾ അനിലേട്ടാ എന്ന് കുട്ടികളെ വിളിക്കും. അപ്പോൾ ഒരു ഹാസ്യനാകുന്ന അനിൽകുമാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര നേതൃത്വമാണോ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അനിൽകുമാർ. ഈ ദിവസങ്ങളിൽ 2-3 ദിവസം മുമ്പ് അനിൽകുമാർ ആശ്രമത്തിൽ വന്നെന്നെ കാണാൻ വന്നു. അപ്പൊ ഞാൻ അനിലിനോട് ഒരു കാര്യം പറയുകയുണ്ടായി. നിനക്കൊരു നിയോഗമാണ് കിട്ടിയിരിക്കുന്നത്, ഒരു സന്ദർഭം, ഒരു പ്രിവിലേജാണ്, ഒരു ആനുകൂല്യം, സമൂഹം പ്രവർത്തനത്തിലുള്ള ഒരു അംഗീകാരമായിട്ട് അനിലിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് വലിയൊരു ബഹുമതിയായിട്ട് നീ കണക്കാക്കേണ്ട. ഞങ്ങളുടെ ഈ വൈദികർക്ക് പലപ്പോഴും പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ ഒരു ഗ്രീക്ക് പദമുണ്ട്, ഡയക്കോനിയ. ഡയക്കോനിയ സർവീസ് എന്നാണ് അർത്ഥം, സേവനം. സമൂഹത്തെ സേവിക്കുന്നതിനുള്ള ഒരു സന്ദർഭം അനിലിന് കിട്ടിയിരിക്കുകയാണ്. അത് നീ അർഹിക്കുന്ന ഒരു പദവിയാണ്. ഇത്ര ചെറുപ്പത്തിലെ നേതൃത്വമാണോ കാണിച്ചിട്ടുള്ള അനിലിന് കിട്ടിയിട്ടുള്ള ഈ അവസരം ശരിയായിട്ട് വിനിയോഗിക്കണം. അത് മറ്റുള്ളവരുടെ കാലിനടിയിലുള്ളതാണ് ചിലപ്പോൾ. അല്ലാതെ മറ്റുള്ളവരൊന്നും എന്നെ സേവിക്കട്ടെ എന്നല്ല. മമതായ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദർശം തന്നെ സേവനമാണല്ലോ, സമൂഹത്തിന് വേണ്ടി സേവനം നൽകുക. ആ ആദർശം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ഈ യുവാവ് ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആ അവസരം ശരിയായിട്ട് വിനിയോഗിച്ച് സമൂഹത്തെ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് എല്ലാവർക്കും സേവനം ചെയ്യാനായിട്ട് അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ പദവിയിൽ നിൽക്കേണ്ട സേവനം ഇനിയും ചെയ്യുക. യാതൊരു മറ്റുള്ളവരും വിവേചനമില്ലാതെ ആ ഗ്രൂപ്പാണ്, ഈ ഗ്രൂപ്പാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ മഹത്തായ ഒരു പാർട്ടി, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, എന്നാലും ഏതെങ്കിലും ഒരു പാർട്ടി ആയാലും അതിൽ ഒരുമിച്ച് നിന്ന് അതിന്റെ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ വിചാരിക്കാത്ത വിജയം നമുക്ക് നേടിത്തരാൻ അതിന് സാധിക്കും. അതുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ച് ഈ ഒരു സ്റ്റെപ്പാണ്, ഒരു സ്റ്റെപ്പല്ല. ദേശീയ പ്രവർത്തിച്ച വലിയ സ്ഥാനങ്ങളിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ആയിട്ടുണ്ട്, ഇപ്പോൾ മറ്റൊരു സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിക്കുകയാണ്. ഇനിയും കയറാനുള്ള സാധ്യതകളുണ്ട്. ഈ കയറ്റം അധികാര പ്രവർത്തനത്തിലൂടെയല്ല, സേവനത്തിലൂടെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു അനിൽകുമാറിന് ഈ പദവിയിൽ എല്ലാ മംഗളങ്ങളും നേരുന്നു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോകട്ടെ. അദ്ദേഹത്തിന്റെ സേവനം നമുക്കെല്ലാം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കലൂരിൽ മറ്റൊരു അച്ഛന്റെ ഗോൾഡൻ ജൂബിലിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് ഇവരെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ഒരു ആശംസയ്ക്ക് എന്നെ ക്ഷണിച്ചത്. എനിക്ക് കൂടുതലായി ഒന്നും പറയാനില്ല. KSU കാലഘട്ടത്തിലും പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൽ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി, MS അനിൽകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഭാഗ്യം സിദ്ധിച്ച എല്ലാ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുമ്പോൾ ഒരു കാര്യത്തിലാണ് എനിക്ക് അനിലിനോട് ഏറ്റവും സ്നേഹം തോന്നിയിട്ടുള്ളത്. എതിർക്കാൻ തീരുമാനിച്ചാൽ നേരിട്ട് മുഖത്ത് നോക്കി എതിർക്കുന്ന രീതി, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. രാഷ്ട്രീയത്തിൽ ഇന്ന് ഇല്ലാതെ പോയൊരു കാര്യം ചിരിച്ചുകൊണ്ട് എതിർക്കുന്ന ഒരു രീതിയും അതല്ല അനിലിന്റെ രീതി. എതിർക്കണമെന്ന് തീരുമാനിച്ചാൽ മുഖത്ത് നോക്കി നേരത്തെ എതിർക്കാണ് എന്ന് തന്നെ പറയുന്ന രീതി പ്രത്യേകം പ്രശംസനീയമാണ്. ആ ഒരു ചങ്കൂറ്റവും കരയണവുമാണ് MS അനിൽകുമാറിന്റെ ഉയർച്ചയ്ക്ക് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ അതിയേറെ സന്തോഷിക്കുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിക്കട്ടെ എന്ന് മാത്രം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.
പ്രിയപ്പെട്ട ബഹുമാനിയായിട്ടുള്ള DC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽകുമാർ അവർ വളരെ സന്തോഷകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കൃത്യസമയത്ത് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. ജില്ലാ ഡെവലപ്മെന്റ് കമ്മിറ്റി DDC യോഗം തൃശ്ശൂർ കളക്ടറേറ്റിൽ ചേർന്നതുകൊണ്ടാണ് എനിക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിയാത്തത്. എങ്കിൽ പോലും DDC യോഗത്തിൽ ചെന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്ന് എൻ്റെ ഈ സാന്നിധ്യമാണ് ജയിച്ചതിന് ശേഷം ഞാൻ വളരെ വേഗത്തിൽ തിരിച്ചു പോരുകയാണ്. കാരണം ഈ സമ്മേളനത്തിൽ പങ്കുചേരണമെന്നുള്ള വലിയ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് വികസന സമിതി യോഗത്തേക്കാൾ ശരിക്കും ഞാൻ മനസ്സുകൊണ്ട് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു യോഗം ഇതാണ് എന്നുള്ളതുകൊണ്ടാണ് DDC യോഗത്തിൽ മുഴുവൻ സമയം ഇരിക്കാതെ ഞാൻ പോകുന്നത്. ഇവിടെ വലിയ ഒരു ജനക്കൂട്ടം കാണുകയാണ്. വിദ്യാർത്ഥികളിൽ ഇങ്ങനെ ഒരു വരുമാനം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിൽ ഇങ്ങനെ ഒരു സാന്നിധ്യം ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. PTR ഹാളിന്റെ ചരിത്രത്തിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ഒരു സാന്നിധ്യം ഇവിടെ കാണാൻ കഴിയുന്നത് ഇത് വലിയ ഒരു സ്നേഹവും താല്പര്യവും നമ്മളേറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട MS അനിൽകുമാർ ഉണ്ട് എന്നതാണ്. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സൗഹൃദമാണ് ഇവിടെ ചേർന്നത്. ഇരിയാലയുടെ എല്ലാ സ്നേഹ വാത്സല്യവും നമ്മുടെ പ്രിയപ്പെട്ട MS അനിൽകുമാർ നൽകുകയാണ്. അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ നാടിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരം ഞാൻ ബഹുമാനായ MS അനിൽകുമാറിന് നൽകിയത്. MS അനിൽകുമാറിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. MS അനിൽകുമാറിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ബോധ്യമുള്ള ആളുകളാണ് വേദിയിൽ സദസ്സിലൂടെയാണ്. ദീർഘനാളത്തെ പൊതുജന പ്രവർത്തനത്തിന്റെ സാമൂഹിക പ്രവർത്തനത്തിന്റെ ഒരു നല്ല മുന്നേറ്റം നടന്നതിന്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ് നമുക്ക് MS അനിൽകുമാറിൽ കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട നമ്മുടെ CN ബാലകൃഷ്ണൻ അദ്ദേഹം APCC നിർവാഹക സമിതി യോഗം തിരുവനന്തപുരം ചേരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അവിടെ പോകേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ പോകാനുള്ളത് ഇവിടെ ബഹുമാന്യ MS അനിൽകുമാറിനെ കൊടുക്കുന്ന നാട് ഒന്നാമത് കൊടുക്കുന്ന സ്നേഹാദരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമൊക്കെ ഈ പാർട്ടിയെ ശക്തമായി നയിക്കുന്ന UDF ശക്തമായി നയിക്കുന്ന അദ്ദേഹത്തിന് ഒക്കെ തന്നെ വ്യക്തമായ MS അനിൽകുമാറിനെ കുറിച്ചുണ്ട്. വേദിയിരിക്കുന്ന നേതാക്കന്മാർക്കുണ്ട്, ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഇവിടെ പറഞ്ഞ വളരെ വാസ്തവമാണ്. ഏത് കാര്യത്തിലും ശക്തമായ ഭാഷയിൽ മനസ്സിൽ തോന്നുന്നത് പറയാൻ ഒരു മടി കാണിക്കാത്ത, അതിൽ വലിയ ചങ്കുറപ്പ് കാണിക്കുന്ന ഒരു യുവജന നേതാവാണ്, പാർട്ടിയിലെ നേതാവാണെങ്കിൽ യുവമായി നിൽക്കുന്ന പ്രിയപ്പെട്ട MS അനിൽകുമാർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വാക്കുകൾ പലപ്പോഴും പരിമിതമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് എനിക്കറിയാം. എന്നോട് ഒരുപാട് കാര്യങ്ങൾ കർക്കശഭാവത്തിൽ അദ്ദേഹം സംസാരിക്കാറുണ്ട്. പക്ഷേ ഒരു സ്നേഹമുള്ള മനസ്സിന്റെ ഉടനെയാണ് MS അനിൽകുമാർ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിരവധിയായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. നിരവധിയായ സന്ദർഭങ്ങൾ. പക്ഷേ ആ സന്ദർഭത്തിലൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന ഒരുപക്ഷെ എനിക്ക് പോയിട്ടുണ്ട്, കൂടെ സംസാരിക്കേണ്ടതില്ല, സ്ഥലമിട്ടേക്കാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടാകും, ഗൗരവം ഉണ്ടാകും, എന്നെ നന്നായി കൊണ്ടുപോകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് നന്മ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ നന്മ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഐക്യജനാധിപത്യത്തിന് എനിക്ക് കോൺഗ്രസിന് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും MS അനിൽകുമാർ പറയുന്നത് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിനോട് വലിയ മതിപ്പുണ്ട്. മറ്റൊന്നുമല്ല, ഈ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തിൽ നമുക്കറിയാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിരവധി ഉണ്ടാകുന്ന ഒരു മേഖലയാണ് പൊതുജന പ്രവർത്തന മേഖല, രാഷ്ട്രീയ മേഖല. അവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ കാലം വീഴാറുണ്ട്, നമ്മൾ തളർന്നു വീഴാറുണ്ട്. ഇനി മുന്നോട്ട് ഞാനില്ല, ഈ യാത്ര ഞാൻ എവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലരും മുന്നോട്ട് പോകാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട MS അനിൽകുമാർ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും വലിയ മതിപ്പ്, അദ്ദേഹത്തെ ഓരോ തരത്തിലുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളെ പിറകോട്ട് വെച്ചിട്ടില്ല.
ഇരിങ്ങാലക്കുട ജനതയുടെ മുഴുവൻ പേരും കോൺഗ്രസിന് മാത്രമല്ല, ഐക്യജനാധിപത്യത്തിന് മാത്രമല്ല, ഇരിങ്ങാലക്കുടയിലെ 10,000-കണക്കായ ജനങ്ങൾ പ്രതിനിധികളെ ഈ നാടിന്റെ എംഎൽഎ ഈ MS സലീംകുമാറിന് നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ ജനറൽ സെക്രട്ടറിക്ക് ഈ നാടിന്റെ ഊഷ്മളമായിട്ടുള്ള സ്നേഹപൂർവ്വമായിട്ടുള്ള അനുമോദനം അർപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളും നടന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നിങ്ങൾക്ക് ഒരു പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ യൂത്ത് കോൺഗ്രസിൽ പ്രവേശിച്ച് ഞാൻ MS കുമാരനോട് കലർന്നതല്ല. ഞാൻ ഒരു KSU പ്രവർത്തകനായിട്ട് പ്രവർത്തിച്ച് ഞാൻ MS അനിൽകുമാറുമായിട്ട് സഹപ്രവർത്തകനല്ല. എന്നാൽ MS അനിൽകുമാറിന്റെ സഹപ്രവർത്തകനാണ്. എന്തുകൊണ്ട്? MS-ന്റെ ഒരു പ്രഗൽഭമായ കാലഘട്ടത്തിൽ ഞാൻ ഇരിങ്ങാലക്കുട ബ്ലോക്കിന്റെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു. ആ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സഹപ്രവർത്തകരാണ്. ഏറ്റവും സമർത്ഥമായി MS അനിൽകുമാറിനെ എനിക്ക് അനുഭവത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് അന്ന് കോൺഗ്രസിനോട് അഭിമുഖ്യമില്ലാത്ത, പറഞ്ഞാൽ അത് വെറുക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന തരത്തിലുള്ള കുറെ യുവാക്കൾ ഇരിങ്ങാലക്കുട കോളേജിലും ഇരിങ്ങാലക്കുടയിലും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയില്ല, ഇവരൊക്കെ പിന്നീട് MS അനിൽകുമാറിന്റെ സുഹൃത്തുക്കളായ, എനിക്ക് തന്നെ അവർ ഭയപ്പെടേണ്ടതായ ലക്ഷങ്ങൾ വന്നിട്ടുണ്ട്. MS അനിൽകുമാറിന് ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ടാൽ അവർ എന്നെ നോക്കി കണ്ടു കുട്ടി കാണിക്കുകയാണ്. അത്രയധികം ഈ സഹപ്രവർത്തകരിൽ സ്വാധീനം ചെലുത്താൻ ഈ കൊച്ചു MS അനിൽകുമാറിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാര്യത്തില് ഇപ്പോൾ ഇവിടെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം വന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അത്ഭുതമില്ല. ഇതൊക്കെ ചെയ്തെത്താനുള്ള സർവ കഴിവും നിങ്ങളുടെ മുന്നിലിരിക്കുന്ന MS അനിൽകുമാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇനിയും പലതരത്തിലുള്ള ഉയർച്ചകളുണ്ടാകട്ടെ, നമ്മുടെയൊക്കെ അദ്ദേഹത്തിന് അനുഗ്രഹികളുണ്ടാകട്ടെ. എന്നോട് പറഞ്ഞത് എൻ്റെ സുഹൃത്ത് CM ബാലകൃഷ്ണൻ MS അനിൽകുമാറിനെ അനുഗ്രഹിക്കണമെന്നാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ച് 100% അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യം പ്രതികരിക്കുക. ഉദ്ഘാടനം ചെറുപ്പക്കാർ കോൺഗ്രസിലേക്ക് വരേണ്ട എന്നായി അവരാണ് വാസ്തവത്തിൽ ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതിനെ കുറിച്ച് തൻ്റെ വളരെ പ്രസംഗിക്കലും ആശയസമ്പുഷ്ടമായ പ്രഭാഷണങ്ങൾ സൂചിപ്പിക്കുകയില്ല. ഞാൻ എൻ്റെ കോൺഗ്രസിലുള്ള വളരെ ചെറുപ്പം മുതലേയുള്ള അനേകം സുഹൃത്തുക്കൾ, ചെറുപ്പക്കാർ ഇന്ന് DCC സെക്രട്ടറിമാരാണ്. MP വിൻസെന്റ് അടക്കമുള്ള അനിൽകുമാറിന്റെ വളരെ കാലത്തെ സുഹൃത്താണ്. ഇവരെയൊക്കെ കാണുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ സമ്മേളനങ്ങളല്ല, മറിച്ച് ഏതെങ്കിലും സാംസ്കാരിക സമ്മേളനങ്ങളിലോ സാഹിത്യ സമ്മേളനങ്ങളിലോ ഇപ്പൊ കോളേജുകളുടെ യൂണിയൻ ഉദ്ഘാടനങ്ങളിലോ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇവരൊക്കെ കാണുന്നത് സംസാരിക്കാം. അങ്ങനെ രാഷ്ട്രീയ സുഹൃത്തായി മാറിയ വളരെ സുഹൃത്തായി മാറിയൊരു എൻ്റെ ബഹുമാനായ ഒരാളാണ് മനസ്സിലാക്കുക. എല്ലാ സന്ദർഭങ്ങളിലും രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുകയും രാഷ്ട്രീയത്തിലുണ്ടാകുന്ന വ്യതിചലനങ്ങളെ കുറിച്ച് പരസ്പര സംഭാഷണം നടത്തുകയും ചെയ്തത് നല്ല സുഹൃത്താണ് അദ്ദേഹം. പല സംശയങ്ങളിലും തന്നെ കൈമാറാം. അദ്ദേഹം KSUവിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസിന്റെ സജീവ നേതൃത്വത്തിലേക്ക് വരുന്ന ഒരു സന്ദർഭമാണ്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പലപ്പോഴും പല പ്രയാസങ്ങൾ നേരിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. ഞാനത് പറയേണ്ട കാര്യമില്ല. ഞാനത് അദ്ദേഹവുമായി കൂടെ യാത്ര ചെയ്യുമ്പോഴോ സംസാരിക്കുമ്പോഴോ ആലോചിക്കുന്ന ഒരു സംഭവം കാര്യവും നമ്മൾ അർജുനനുണ്ടായ വിഷാദങ്ങളെ കുറിച്ച് മഹാഭാരത വായിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെയാണ് സന്ദർഭം നോക്കാൻ കഴിയും. തന്റെ കയ്യിലുള്ള ഗാന്ധീയത്തിന്റെ ശക്തി നിഷ്പ്രഭമായി നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തിൽ അർജുനൻ
രാഷ്ട്രീയം എത്ര നിഷ്പ്രഭമാകുമോ എന്ന് സംശയിക്കുമ്പോൾ അതിനെ ബലവത്താക്കാൻ കഴിയുന്ന ഒരു ഇച്ഛാശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം നമ്മുടെ കൂടെ ഇന്നൊരു നേതാവായി ഒരു നേതൃത്വ ഭാഗമുള്ള ഒരാളായി നിൽക്കാൻ കഴിയുന്നതിന് മനസ്സിലാക്കി. കാരണം രാഷ്ട്രീയത്തിൽ വേണ്ട ഏറ്റവും വലിയ ഗുണമെന്ന് ഞാൻ വിചാരിക്കുന്നത് ആത്മബലമാണ്. ആത്മബലമില്ലാത്ത ഒരാൾക്കും രാഷ്ട്രീയ പ്രവർത്തകനാകാൻ കഴിയില്ല. ആ ആത്മബലം സ്വന്തം ജീവിതത്തിൽ നിന്നോ തന്റെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്നോ സംശയിക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെ എന്റെ ഏറ്റവും വലിയ സുഹൃത്തായി ഞാൻ കൊണ്ടുനടക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുകയാണ്, വെട്ടിത്തുറന്ന അഭിപ്രായങ്ങൾ പറയുന്നത് തുടങ്ങിയാൽ ശത്രുക്കൾ കൂടുമെന്നുള്ള ഒരു വലിയ അത്ഭുതം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നുണ്ട്. ഞാൻ അനേക ശത്രുക്കളെ സമ്പാദിച്ചു കിടക്കുന്നവരാണ്. സാഹിത്യ പ്രവർത്തനത്തിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഒരു ശത്രു ഉണ്ടാകുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കാൻ തന്നെയുള്ളത് എന്നുള്ളതാണ് എന്റെ സാഹിത്യ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. നമുക്ക് കൊണ്ടുവരാതിരിക്കാൻ കഴിയാത്ത സാമൂഹ്യ സാഹചര്യം കേരളത്തിലുണ്ട് എന്നതാണ്. അങ്ങനെയുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ അനിയൻ പോലെയുള്ള ആത്മബലമുള്ള ആത്മാബലം എന്ന് പറയുമ്പോൾ ആ ബലം കാത്തുസൂക്ഷിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം വേണം എന്ന് ശക്തിയെയും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ ഇരിങ്ങാലക്കുട മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. പല രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ തന്നെ വന്ന് പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൂടാതെ തന്നെ അനേക സാംസ്കാരിക സമ്മേളനങ്ങളിൽ ഈ മണ്ഡലത്തിന്റെ പല ഭാഗത്ത് ഞാൻ വന്ന് സംസാരിച്ച് കഴിഞ്ഞ 10-30 വർഷമാണ്. ഈ സമ്മേളനങ്ങളിലെല്ലാം ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ചും ആ മേഖലകളിൽ ഇടപെടുന്ന ഓരോ പ്രദേശത്തിലുള്ള ആളുകളെ കുറിച്ചും പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് അത് സംഭാഷണത്തിൽ തയ്യാറുണ്ട്. എന്ന സൈനികമായ സംഭാഷണത്തിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അന്ന് ഞാൻ ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്ക് അപ്പുറത്തുള്ള ഒരു ജനവിഭാഗത്തിന്റെ പിന്തുണ, പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്തുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയും. ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനൊരു വിഭാഗം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്ത് അലി, നിങ്ങളെ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാംസ്കാരിക പ്രവർത്തകരുള്ള ഒരു മണ്ഡലമാണ് ഇരിങ്ങാലക്കുടയെന്ന് മനസ്സിലാക്കുന്നത് എന്റെ അനുഭവത്തിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, കോൺഗ്രസിൽ തന്നെ നല്ല ബുദ്ധിവൈഭവമുള്ള ആത്മബലമുള്ള അനേകം യുവാക്കൾ ഉള്ള ഒരു മണ്ഡലമാണ് ഇരിങ്ങാലക്കുട എന്നുള്ളത്. കോൺഗ്രസ് കളഞ്ഞു കുറിക്കരുത് എന്നുള്ള അഭിപ്രായം കൂടി എനിക്ക് സി എസ് ബാലകൃഷ്ണനോടും കോൺഗ്രസ് സൂചിപ്പിക്കാറുണ്ട്. അങ്ങനെ ആത്മബലമുള്ള ഒട്ടനവധി ചെറുപ്പക്കാർ, ഒട്ടനവധി വിവിധ നിലയിലുള്ളവർ തൃശ്ശൂർ ജില്ലയിലെ ഈ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ അവരെ രാഷ്ട്രീയത്തിന്റെയും സാമൂഹ്യ രംഗത്തിന്റെയും സാമൂഹ്യ തലത്തിലേക്ക് കൊണ്ടുവരാൻ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാനും ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നൊരു അഭിപ്രായം സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കുണ്ട് എന്ന് ഞാൻ കോൺഗ്രസ് പ്രവർത്തകരോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. വളരെ കാലത്തെ അടുപ്പത്തിൽ നിന്ന് ഒരു ആത്മകരമുള്ള ഒരു യുവാവിനെയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആക്കി കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷകൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തും ധാരാളം കേൾപ്പും നമ്മുടെ സുനിൽകുമാറുണ്ട്. ആ സുഹൃത്ത് നാളെ നമ്മുടെ എന്റെയും ഒരു നേതാവായി മാറട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ മാത്രമല്ല, വേദിയിൽ മുഴുവനാണല്ലോ നിങ്ങൾ വാങ്ങാൻ നോക്കുന്നത് സത്യത്തിനുണ്ട്. നിർത്തുന്നില്ല എന്നാണ് ചോദിച്ചത്. ദീർഘമായ പ്രഭാഷണത്തിന് സമയം കിട്ടുന്നില്ല. ശ്രീ എം എസ് അനിൽകുമാർ വളരെ ഇഷ്ടാഗ്രഹമുള്ളവരാണ്. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ജിസിമെന്ന് പറഞ്ഞ് വളരെ ഊർജ്ജസ്വലനായ ഒരു യുവ നേതൃത്വം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വന്ന കൂട്ടത്തിൽ ശ്രീ എം എസ് അനിൽകുമാറിൻ്റെയും ആദരവും ഞങ്ങൾ സഹപ്രവർത്തകരുള്ളത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അനുഭവവേദ്യമാണ്. ചെയ്യാത്ത കുറ്റത്തിന് പ്രതിയാകും. തെളിവ് നയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് ഗൂഢാലോചന നടത്തുകയും ഒരുമിച്ച് തെളിവുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഏത് നിരപരാധി ഒരു സ്ഥലത്ത് സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം അനിൽകുമാറിന്റെ കേസിൽ. ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ ഇടയാക്കിയത് ദൈവത്തിന്റെ ഈശ്വരാധീനം കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
DC പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതുപോലെ പല കാറ്റഗറികളിൽ അവസാനം ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന കാറ്റഗറിയിലാണ് ശ്രീ കുമാർ ഉള്ളത്. എല്ലാവരും ആ ഊർജ്ജസ്വലതയെ കുറിച്ച് പ്രതിപാദിച്ചു കഴിഞ്ഞിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സപ്പോർട്ടും നൽകി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കുന്നതിന് സഹായകരമായി പ്രവർത്തിക്കാൻ ശ്രീ എം എസ് അനിൽകുമാറിന് കഴിയും. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നൽകുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഇവിടെ അധിക പ്രസംഗത്തിന് പോകുന്നില്ല. ഇവിടെ തികച്ചും MS അനിൽകുമാറിന് ആശംസ അർപ്പിക്കുക എന്ന് മാത്രമാണ് ഈ ചുരുങ്ങിയ സമയത്തോടെ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്കെന്നും പരിചയവും അതുപോലെ തന്നെ ഒരു ആത്മാബന്ധവുമുണ്ട്. ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് തുടങ്ങിയ ബന്ധമല്ല, മറിച്ച് പോലെ ഇന്ന ആൾ എന്ന ഇരിഞ്ഞാലക്കുടയിൽ ആലിന്റെ താഴെയുള്ള ഗാന്ധി ഷോ സുന്ദരമാഷനെ ഞാൻ എന്നും ഓർക്കും. നേരത്തെ MC പോളൻ പറഞ്ഞതുപോലെ പോളൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്ന് കൈസൂരിന്റെ താലൂക്ക് പ്രസിഡന്റാണ്. ഇവിടെ ഞങ്ങൾ വരുമ്പോൾ നടയിലുള്ള പിന്നെ ഇരിക്കാനുള്ള സുന്ദരമാഷയുടെ ഗാന്ധി ഷോ ഈ വൈദ്യ വേളയിൽ ഈ സമയത്ത് ആശംസിക്കണം. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാഗ്യത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ എല്ലാവരും ഇവിടെ പ്രശംസിച്ചു. ഒറ്റ കാര്യം, അകത്തുള്ളത് പുറത്ത് അതേപോലെ തന്നെ കാണുന്ന നേരത്തെ കാര്യത്തിൽ പറഞ്ഞതുപോലെ മുഖത്ത് നോക്കി ദേഷ്യവും അല്ലെങ്കിൽ ദേഷ്യത്തോടെ പറയുന്നതോടൊപ്പം ഇവിടെ ഒരു കാര്യം ഈ MS അനിൽകുമാറിനോട് നിർദ്ദേശിക്കാനുള്ളത് വളരെ പോസിറ്റീവാണ്. ഈ അകത്ത് നല്ല സൗന്ദര്യമുള്ള സുഖത്തോടെ ആത്മാർത്ഥയോടെ ഏറ്റവും നല്ല ചിരിയോടെ DC പ്രസിഡന്റ് പറഞ്ഞതുപോലെ ചെറുപ്പക്കാരായ ഞങ്ങളും പറ്റുന്നത് ഈ ജില്ലയിൽ കോൺഗ്രസിന് വേണ്ടി കഠിന പ്രയത്നം നടത്താൻ ഞങ്ങൾ എല്ലാവരുടെയും ഒരുമിച്ചുകൊണ്ട് MS അനിൽകുമാറിന്റെ സഹകരണവും സഹായവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രം നിർദ്ദേശിക്കുന്നു. ജയ് ജയ് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് ആശംസ സുനിൽ നന്ദിക്കാട് DCC ജനറൽ ചുരുങ്ങിയ വാക്കിൽ വലിയ ആശംസകൾ എന്ന് പറഞ്ഞ രീതി വലുതാക്കി പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അനിൽകുമാറിനെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തക കാലഘട്ടത്തിലാണ് ശ്രീ അനിൽകുമാറുമായി വളരെ അടുത്ത് ബന്ധപ്പെടുവാനായിട്ടുള്ള അവസരമുണ്ടായിരുന്നു. അനിൽകുമാറിനെ സംബന്ധിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞതിന് വ്യത്യസ്തമായ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. പക്ഷെ എന്തായാലും സംഘടനാ പ്രവർത്തന രംഗത്ത് ആത്മാർത്ഥതയും ചുരുങ്ങും കൈമുതലായിട്ടുള്ള ശ്രീ അനിൽകുമാർ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ കേരള വിദ്യാർത്ഥിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവത്തെ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അനിൽകുമാറിനുണ്ടായ ആ പ്രയാസ കാലഘട്ടമാണ്. ആ പ്രയാസ കാലഘട്ടത്തിൽ തന്റെ സുഹൃത്തുക്കൾ നൽകിയ ആത്മബലം അതായിരുന്നു ശ്രീ അനിൽകുമാറിനെ മുന്നോട്ട് നയിച്ചത്. പലപ്പോഴും എങ്ങനെ അനിൽകുമാറിനെ കാണും, എങ്ങനെയാണ് അനിൽകുമാറിനെ ഫേസ് ചെയ്യുക എന്ന് വെച്ച് ഞങ്ങൾ വിഷമിച്ച് ചെല്ലുമ്പോഴൊക്കെ അനിൽകുമാർ ചിരിക്കുന്ന ആ അനിൽകുമാർ സന്തോഷവാനായി പ്രതികരിക്കുന്ന ശ്രീ അനിൽകുമാറിനെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ആ അനിൽകുമാറിന്റെ മനസ്സിന്റെ ദൗർബല്യം, ആ കരുത്ത്, അത് തീർച്ചയായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഞങ്ങളുടെ ആരാധനായ DCC പ്രസിഡന്റ് ശ്രീ CM ബാലകൃഷ്ണൻ ഈ നിലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടുകൊണ്ട് കരുത്തുകൾ കൈപ്പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ശ്രീ CM ബാലകൃഷ്ണന്റെ കരുതക്ക് ശക്തി പകരുവാനായി ശ്രീ അനിൽകുമാറിന്റെ ഈ സ്ഥാനത്ത് ഉപകരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നാളുകളിൽ ഒട്ടനവധി പ്രയാസങ്ങൾ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ ആത്മധൈര്യത്തോടുകൂടി ആത്മസംയമനത്തോടുകൂടി തരണം ചെയ്യുവാനുള്ള കരുത്ത് അദ്ദേഹത്തിന്റെ സർവേശ്വരൻ ശ്രീ അനിൽകുമാർ നൽകട്ടെ. നാളുകളിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരുപക്ഷെ MLA MP ഒക്കെ ആകുന്ന ആളുകൾ നമുക്കറിയാം, നമ്മുടെ പാർട്ടിക്കകത്ത് അതിനുള്ള ആഗ്രഹക്കാർ കൂടുതലും അതിനുള്ള അവസരങ്ങൾ കൊടുക്കുന്നതോടുകൂടി ഒട്ടൊക്കെ പലപ്പോഴൊക്കെ ചില അസാഹസ്യങ്ങളൊക്കെ പാർട്ടിക്കകത്തുണ്ടാകാം. പക്ഷേ ആ അവസരങ്ങൾ അതിന്റെ സമയമാകുമ്പോൾ
എല്ലാവിധ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് കോൺഗ്രസ്. പരിചയപ്പെട്ട നാൾ മുതൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സൗഹൃദത്താൽ സൂക്ഷിക്കുന്ന ബഹുമാനായ അഡ്വക്കേറ്റ് ശ്രീ എം എസ് അജയകുമാറിന് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെയും നല്ല ഒരുപെട്ട മനുഷ്യരുടെയും സ്വീകരണയോഗം സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ ഭാഗമായി മാറാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി കരുതുകയാണ്. ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നാൽ തന്നെയും അതൊക്കെ തനിക്ക് അനുകൂലമാക്കുന്ന ഒരു വ്യക്തിപ്രഭാവത്തിനുടമയാണ് ശ്രീ എം എസ് അജയകുമാർ. അതൊക്കെ കേരളത്തിന്റെ പ്രവർത്തന കാലഘട്ടം മുതൽ നമുക്കറിയാം. നേരത്തെ പ്രസംഗിച്ച ക്രൈസ്റ്റ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ സ്റ്റീഫൻ പറഞ്ഞു. അദ്ദേഹം മൂല്യത്തിൽ പ്രൊഫസർ അനിലേട്ട എന്നുള്ള കുട്ടികൾക്കാണ് ഒരു കാലഘട്ടത്തിലെ കേശു പ്രവർത്തകർ എസ്എഫ്ഐക്കാരുടെ പൂർണ്ണമായ മർദ്ദനത്തിന് വിധേയമാകുന്ന കാലഘട്ടം, കേശുക്കാരനാണ് എന്ന് പറയാൻ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം, പരസ്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത, സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത കാലഘട്ടത്തിൽ സമൂഹത്തോട് മനസ്സോടുകൂടെ അവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഒരാൾ തോന്നുമെങ്കിൽ ഞാൻ പറയാതെ, ഞാൻ അറിയാതെ, എനിക്ക് കേൾക്കാതെ നിങ്ങൾക്ക് ആർക്കും സംഭവിക്കില്ല എന്ന് ആത്മീയ പറഞ്ഞ് ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ട പ്രതാപശീകൾ വീണ്ടെടുത്തു കൊടുത്ത ബഹുമാനായ ശ്രീ എം എസ് അജയകുമാർ ഇന്ന് ഈ നിലയിലെത്തിയെന്നതിൽ വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാൻ പ്രതിനിധിക്കുന്നത്. ഒരു ദീർഘ പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല. പക്ഷെ ഒന്നുകൊണ്ട് ബഹുമാനായ DCC പ്രസിഡന്റിന്റെ അനുമതിയോടെ, ആഗ്രഹത്തോടെ, അനുഗ്രഹത്തോടെ ഇന്ന് ഈ സ്ഥാനത്തിൽ ലഭിക്കുമ്പോൾ ഇത് വിജ്ഞാനത്തിൽ ലഭിച്ചിട്ടുള്ള വർദ്ധനമാണ്. ആത്മാർത്ഥമായി കോൺഗ്രസിനോടൊപ്പം യഥാർത്ഥ കോൺഗ്രസ്സുകാരായി പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആത്മീയവും ആത്മവിശ്വാസവും വീണ്ടെടുക്കാനുള്ള ഒരു വലിയ അംഗീകാരമാണ് പ്രിയങ്കരനായ ശ്രീ എം എസ് അജയകുമാറിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സ്ഥാനത്തിൽ. അദ്ദേഹത്തിന് ആ സ്ഥാനം ലഭിച്ച ഉടനെ തന്നെ വളരെയേറെ പ്രശസ്തികളിലൂടെ കടന്നുപോയ ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഭൂപ്രദേശത്തിന്റെ തെരഞ്ഞെടുപ്പിലൂടെ തികച്ചും അനുയോജ്യമായ മറുപടി നൽകാൻ, ആത്മാർത്ഥതയുള്ള കോൺഗ്രസുകാരെ ഒന്നിപ്പിച്ചു നിർത്താൻ, ഒരൊറ്റ വഴിയിലാണ് നിലനിൽക്കാൻ പ്രേരശക്തിയെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ ആ സ്ഥാനലബ്ധിയായിരുന്നു ഒരു പരിധിവരെ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ മുഖ്യ ഘടകവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിജ്ഞാനബുദ്ധി നൽകിയ ലഭിച്ച ഈ പുതിയ പദവിയാണ് വരാൻ പോകുന്ന ആളുകളിൽ ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് തങ്ങളുടെ നേതാവായി മുന്നിൽ കാണിക്കാൻ ഒരു അംഗസംഘടനയുമാണ് ലഭിച്ച സന്തോഷത്തോടുകൂടി വരാൻ പോകുന്ന ആളുകളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നതിനായി നിർത്തുന്നു. നന്ദി. അന്ന് അദ്ദേഹം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വന്ന എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു. പാർട്ടിക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നാണ് എന്നെ എന്നോട് ആഗ്രഹിച്ചത്. ധൈര്യമായിട്ട് ചില പാർട്ടികളോട് ഉള്ളേടത്തോളം ഇതുപോലത്തെ കുറെ സെക്രട്ടറിമാർ, ഒരു CM ബാലകൃഷ്ണൻ ഉണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് ഒരു സ്ഥലത്തും പരാജയപ്പെടില്ല. പലതിലും പരാജയപ്പെടുന്ന നേതൃത്വം കൊടുക്കാനാണ്. നേതൃത്വത്തിൽ വരുന്നൊരു പാർട്ടി മറന്ന് സ്വാർത്ഥ താല്പര്യത്തിന് സ്വാർത്ഥമായ തന്റെ ഉയർച്ചയ്ക്ക് ആളുകൾക്കും വേണ്ടി പാർട്ടിയെ വിറ്റ് കാശാക്കുന്ന ആളുകൾ അതിൽ എന്തായാലും ഞാൻ അതൊന്നും പറയുന്നില്ല. എല്ലാ നന്മയും അതിലുണ്ടാകും. വിനയം, അതാണ് നേതാവ് ഉണ്ടാവേണ്ട ഏറ്റവും വലിയൊരു കാര്യം. മറ്റുള്ളവരെ അംഗീകരിക്കുക. സ്ഥാനമാനങ്ങൾ വരുത്തോറും മാവുകൾ മാറി കൂടുന്തോറും മാറിക്കിടക്കും കുനിഞ്ഞവരെ നമ്മളെല്ലാവരുടെ മുന്നിൽ. അതാണ് അങ്ങനെയാണ് വളരണം. അങ്ങനെ വളർന്നാൽ നാം എവിടെ വരെ കുറച്ച് ദൈവാധീനം കൂടി ഉണ്ട്. അതിനുണ്ട് സ്വാർത്ഥം, സ്വന്തം കാര്യത്തിലല്ല, ദൈവാധീനമുണ്ട്. കുടമാണിക്യ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹം പല പ്രതിസന്ധിയും രക്ഷപ്പെട്ട് ഈ നിലയിലെത്തി. നാളെ സ്വാമി നിങ്ങളെ കൂടി ഉണ്ടായിരിക്കും. നാളെ ഞാൻ പറയണത് അതിലൊക്കെ പറയണത് കുടമാണിക്യ സ്വാമി കൈക നേടി. എനിക്ക് കുടമാണിക്യ സ്വാമിയുടെ കാര്യത്തിൽ സംശയമല്ല, ഒപ്പുണ്ടായിരിക്കും. അദ്ദേഹത്തിന് എല്ലാ ദൈവാധീനം ഉണ്ടാകട്ടെ, എല്ലാ ഉയർച്ചയുണ്ടാകട്ടെ. ഒരു സമയം ഈ പ്രദേശത്ത് ഒരു ഉന്നത സ്ഥാനത്തേക്ക് കയറി ചെല്ലാനുള്ള ഒരു ചവിട്ടുപടിയായി ഈ DCC സെക്രട്ടറി സ്ഥാനം ഉപകരിച്ചേക്കാം. അത് സ്വന്തം പ്രവൃത്തി കൊണ്ടാണ് അംഗീകാരം ഉണ്ടാകുന്നത്. ആ പ്രവൃത്തിയിൽ
മറ്റാരെയും അനുകരിക്കാവുന്ന ഒരു നേതാവ് എന്ന നിലയിൽ വരട്ടെ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എല്ലാ ആരോഗ്യങ്ങളും നടന്നുകൊണ്ട് നമസ്കാരം. ശ്രീ എം.എസ്. നൽകുന്ന ഈ സ്വീകരണം നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സുദിനമാണ്. നമുക്കറിയാം, കേരള വിദ്യാർത്ഥി യൂണിയനിലെ ഒരു പ്രവർത്തകനായിട്ട് അതുപോലെ തന്നെ കോൺഗ്രസിലൂടെയും ഒക്കെ വളർന്നു വന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീ എം.എസ്. അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തി വരാൻ അദ്ദേഹത്തിന്റെ ഈ സ്ഥാനാർത്ഥി ഉപയോഗിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. ശ്രീ എം.എസ്. അനിൽകുമാറിന് എല്ലാ വിധത്തിലുള്ള ആശംസകൾ നൽകുന്നത് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഉപകാരപ്രദമായി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രസ്ഥാനം ചെയ്യുകയാണ്. സമ്മേളനം കൂടിയാണ് എന്ന് അടിസ്ഥാനത്തിൽ മാത്രമല്ല. കാരണം 2-3 വർഷങ്ങളോട് ചോദിച്ചു പോകാൻ MS അല്ലേ നമ്മുടെ അനിൽകുമാറല്ലേ എന്നൊരു മനസാക്ഷിയോട് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനോട് നിൽക്കുമ്പോൾ ഒഴിഞ്ഞാലത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളെയും പ്രതിസ്ഥാനത്ത് നിന്നൊരു പത്രസമ്മേളനം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതിൽ അനിൽകുമാർ പെടുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ പറയും പെടുന്നില്ല എന്ന്. പെടാതിരിക്കാൻ ശ്രമിക്കേണ്ട ബാധ്യത അനിൽകുമാർ. പിന്നെ അനിൽകുമാറിനെ ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ പറഞ്ഞത് എല്ലാവരും കാരണക്കാരും പരിചയപ്പെടുന്നത് പോലെ ഞാൻ പരിചയപ്പെടുന്നു. ഞാൻ അനിൽകുമാറെ പരിചയപ്പെടുന്നത് ഞാൻ പരിചയിച്ചല്ല. ഒരു അനിൽകുമാർ പോലും ഓർമ്മയുണ്ടാവില്ല. ഞാൻ ഇവിടെ വെച്ചാണ് അനിൽകുമാറിനെ ആദ്യം പരിചയപ്പെടുന്നത്. സുന്ദരമാക്കിയ ഓർമ്മയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ വളരെ കുറച്ച് വ്യക്തികൾക്ക് മനസ്സിൽ ഇടം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇടം നൽകി ബഹുമാനിക്കുന്ന മഹാനായ വ്യക്തിയായിരുന്നു ഭീമൻ കുഞ്ഞ്. നിങ്ങൾ പലരും കേട്ടിട്ട് പോലും ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. പക്ഷെ ഗാന്ധിജിയുടെ ആ സമയത്തിൽ ഗാന്ധിജിയുടെ ശിഷ്യനായിരുന്നു, നേരിട്ട് ഗാന്ധിജിയുടെ ശിഷ്യനായിരുന്ന ഭീമൻ കുഞ്ഞ് അകത്തെ പറയും, പാലക്കാട് അകത്തെ പറയും. ഒരു ആത്മാഗുരുവിനെ പോലെ ഞാൻ കണക്കാക്കുന്ന ഭീമൻ കുഞ്ഞിയുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഏതാണ്ട് 25 വർഷം ഞാൻ അനിൽകുമാറിനെ കുടുംബത്തിലേക്ക് അന്ന് സുന്ദരമാസ്റ്റർ മാത്രം എന്നെ വിളിച്ചറിയും. അതുകൊണ്ട് തന്നെ സുന്ദരമാസ്റ്ററുടെ മകനോട് അല്ലെങ്കിൽ ഗുരുജിയുടെ ഭീമൻ ഗുരുജിയുടെ വളർത്തു മാനസപുത്രൻ എന്ന് ഭീമൻ ഗുരുജി എന്നോട് പറഞ്ഞ സുന്ദരൻ മാസ്റ്ററുടെ മകൻ അനിൽകുമാറിനോട് അന്ന് മുതൽ ഇന്നുവരെ ഒരു മഹത് സന്നിധിയിൽ ചെയ്യപ്പെട്ട ഒരു മഹത്വം. പിന്നീട് ഭീമൻ ഗുരുജിയുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് ഞാൻ കണ്ട ഒരു ദിവസമുണ്ടായി. എന്നോട് വേദനയോടുകൂടി ഗുരുജി ചോദിച്ചു, ഇതൊക്കെ സത്യമായിരിക്കുമ്പോൾ ഞാൻ ഗുരുജിയോട് പറഞ്ഞു, ഞാൻ അന്വേഷിക്കാം, ഞാൻ കൃത്യമായ മറുപടി തരാം. ഗുരുജി മരിച്ചുപോയെങ്കിലും ഞാൻ കൊടുത്ത മറുപടിയാണ് ഇന്നും ഗുരുജി ആത്മാവുകൊണ്ട് വിശ്വസിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കൊടുത്ത മറുപടി തന്നെയാണ് അന്ന് ഞാൻ എന്റെ പത്രത്തിൽ അച്ചടിച്ചത്. ഒരു പക്ഷേ എന്നോടുള്ള ബന്ധം അനിൽകുമാറിനെ സുദൃഢമാക്കിയത് അതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ആ ബന്ധത്തിന്റെ പേരിലൊന്നും ഞാനിപ്പോ അനിൽകുമാറിനെ അനുമോദിക്കാൻ അതിന് മറ്റൊരു കാരണം കൂടി ആരും വിഷയമല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ കഴിഞ്ഞിരുന്ന ഒരു ജില്ലയായിരുന്നു തൃശ്ശൂർ. പക്ഷെ ഇപ്പോ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്നില്ല തൃശ്ശൂരിൽ. അത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ മറ്റു കക്ഷികളെന്നോ വ്യത്യാസമില്ല. ഞാനൊരു പത്രപ്രവർത്തകൻ നിലയിൽ ഞാൻ അതിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് തിരക്കിയപ്പോൾ, നേതൃത്വങ്ങളെ കുറിച്ച് പരിശോധിച്ചപ്പോൾ എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളിലും പക്വത കുറവുള്ളവരൊന്നുമില്ല. പക്ഷെ ഒരുപാട് മൂത്തുപോയവരായി എന്നതാണ് തൃശ്ശൂരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തെ ഇല്ലാതാക്കിയത്. ആ മൂത്തുപോയ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് തന്റേതായ ഒരു ഇടം കണ്ടെത്താൻ അനിലിന് കഴിയുമെന്നുള്ളത് സംശയമില്ല. മുഖത്ത് നോക്കിയ കാര്യം പറയാം. ഏറ്റവും ഒടുവിലുണ്ടായ അനുഭവമാണ് നിരാഹാരം കിടക്കുന്ന സമയത്ത് എന്നോടൊപ്പം നിരാഹാരം അനുഷ്ഠിച്ച് കളയാമെന്ന് ഒരുത്തൻ തീരുമാനിച്ചു. പക്ഷെ വീട്ടിലാണ് നിരാഹാരം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു. രാത്രി ഇറക്കി വരും. അവിടെ ചങ്ങാതിയെ കണ്ടപ്പോൾ കൃത്യമായിട്ട് അനിയത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നീ നിരാഹാരം കുടുംബത്തേക്ക് പോയിക്കോട്ടെ. കൃത്യമായിട്ട് ഒരു മണിയും കൂടാതെ ഞാൻ പോലും ഞെട്ടിപ്പോയി. കാരണം ഞാൻ പൗരത്വത്തിലാണ്. അതാണ് ആ ഒരു ആർച്ചവം സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം. അവിടെ ഒരു ഇടം കണ്ടെത്തണമെങ്കിൽ അല്പം പാടുന്നത് ആ പാട് അനിൽകുമാറിന് കഴിയും എന്ന വിശ്വാസത്തോടെ ജില്ലയിലെ മാത്രമല്ല ഇരിങ്ങാലക്കുടയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ
PNGCക്ക് വേണ്ടി ജോസ് പാണ്ഡ്യയ്ക്ക്, മഹിളാ കോൺഗ്രസിന് വേണ്ടി ശ്രീ നാവി ഡേവിഡ്, വേലൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ശശി NG, പൊത്തുശ്ശേരി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ സത്യൻ നാട്ടുപള്ളി, പൂർവ്വകേരള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജോസ് മൂലേലി, യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ അശോക് ചൗഹാൻ, യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഷാജോ കുര്യൻ, ശ്രീ TD വാസുദേവൻ, യൂത്ത് കോൺഗ്രസ് ഇന്ത്യ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സിജി യോഹന്നാൻ, KPKNGC വേലൂർ യൂണിറ്റിന് വേണ്ടി സേവി തലയിൽ, KSU ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി R രാമോഹൻ, കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ ബോർഡിന് വേണ്ടി നവാഗത സുഹൃത്ത് ശ്രീ തിലകൻ പൊയ്യ, INTUC ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ KJ ജെയ്സൺ, ദളിത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ NK കോറൻ മാസ്റ്റർ PK ബാസി, ജയ്സുവർണ പോലീസിന് വേണ്ടി മേരി ടീച്ചർ, അനിൽകുമാർ ചെയർമാൻ സ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്ന അഗാധ ടീച്ചേഴ്സിന് വേണ്ടി തൊമ്മി പടിയൻ എൻസിജോ, സ്റ്റാൻഡിംഗ് ഓഫ് ഇന്ത്യസിന് വേണ്ടി ബിനാർ, ഇരിഞ്ഞാലക്കുട കാന്തിക്ക് വേണ്ടി KK മനോഹരി, MS അനിൽകുമാറിന്റെ കുടുംബാംഗങ്ങളായ സഹോദര പുത്രിമാരായ അനഘ, ഐശ്വര്യ, ആദിത്യ, കാട്ടൂർ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ആൻഡ്രോലപ്പ, ശ്രീ സതീഷ് കുമരൻ, ചന്ദ്രപതിക്കാണ് കൊടുക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശ്രീ VC വർഗീസ്, KSU സംസ്ഥാന സെക്രട്ടറി ശ്രീ A പ്രസാദ്, പൊതുശ്ശേരി മണ്ഡലം മുൻ പ്രസിഡന്റ് ശ്രീ AJ ആന്റണി, കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ MA ഇസ്മായിൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ സിജോ ജോർജ്, KSU സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ ഷോൺ പല്ലിശ്ശേരി, കേരള കോൺഗ്രസ് ഐക്യവേദിക്ക് വേണ്ടി ശ്രീ ജോലി ചാത്തേരി, NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ PK ജിനൻ, ഇവിടെ അവസാനിക്കുകയാണ്. യുവാക്കളുടെ നേതാവായ ശ്രീ CN ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങിയ സ്വീകരണത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ശ്രീ MS അനിൽകുമാർ. ആദരണീയനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ എന്റെ പ്രിയപ്പെട്ട CN ബാലകൃഷ്ണനോടുകൂടെ ഈ സ്വീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ TB ജോൺസണോടുകൂടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായ
ശ്രീ സുനിലധിക, ശ്രീ MP സുകുമാരൻ, ശ്രീ ACS ബാലൻ മാസ്റ്റർ, ശ്രീ ബാലചന്ദ്രൻ പണക്കേട്, ശ്രീ NK സുധീർ, ശ്രീ TJ തോമസ്, ശ്രീ AK ശിവനാഥ്, സ്നേഹം കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. വളരെ ഹൃദയസ്പൃക്കായ ഒരു സ്വീകരണമാണ് ഈ പാർട്ടി പ്രവർത്തകരും എന്റെ സുഹൃത്തുക്കളും ചേർന്ന് എനിക്ക് നൽകിയിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വളരെ സമുന്നതമായ നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മഹത്തായ പ്രസ്ഥാനത്തെ സേവിക്കാനുള്ള അവസരം എന്റെ പാർട്ടി എനിക്ക് നൽകിയിരിക്കുകയാണ്. ഇന്നലകളിൽ ഈ പ്രസ്ഥാനത്തെ സേവിച്ച് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ കൂലിയാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റീഫൻ പറഞ്ഞതുപോലെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഒരു വലിയ പ്രവർത്തകനായി KSUവിന്റെ ദീപശിഖാതീതമായ വീരപതാകയുമായി കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആകുക എന്ന ഒരു വിദൂര ലക്ഷ്യം പോലും എനിക്കുണ്ടായിരുന്നില്ല. ക്രൈസ്റ്റ് കോളേജിൽ പഠനം പൂർത്തിയാക്കി ക്രൈസ്റ്റ് കോളേജിൽ യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട് ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും സംഘടനകളും ഒക്കെ നിറഞ്ഞ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ അന്ന് പ്രിൻസിപ്പാളായിരുന്ന ഫാദർ ജോസ് സ്റ്റീഫനോട് MCom കഴിഞ്ഞ് TC വാങ്ങുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, നന്നാവാനായാലും നശിക്കാനായാലും ഈ കോളേജിന്റെ പടി ഞാൻ ഇറങ്ങുകയാണ്. പ്രിൻസിപ്പാളിന്റെ കസേരയിൽ നിന്ന് വന്ന് എണീറ്റ് കെട്ടിപ്പിടിച്ച് നീ നന്നാകും മോനെ എന്ന് കെട്ടിപ്പിടിച്ച് ആശ്രയിച്ച ആ വൈദികൻ പിന്നീട് ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയെ ഞാൻ നേരിട്ടപ്പോൾ ഒരു കൊലക്കേസിൽ ജീവപര്യന്തവും കഠിന തടവിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയപ്പോൾ ഞാൻ എത്തിയതിന്റെ പിറ്റേ ദിവസം എനിക്കൊരു കത്ത് വന്നു. ഫാദർ ജോസ് സ്റ്റീഫന്റെ കത്ത്. മനുഷ്യന്റെ കോടതിയിൽ നിനക്ക് നീതി കിട്ടിയിരിക്കുകയാണ്, ദൈവത്തിന്റെ കോടതിയിൽ നീ നീതീകരിക്കപ്പെടും തീർച്ച, നീ അത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് എഴുതിയത്. വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ കുറ്റവിമുക്തനായി ഇരിങ്ങാലക്കുടയിലേക്ക് ഒരു പൊതുജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നു. ആ കേസ് എന്നെ വെറുതെ വിട്ട വിധി ദീപിക പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വായിച്ച സ്റ്റീഫനച്ചൻ അന്ന് അദ്ദേഹം ധർമാരായ കോളേജിൽ, ബാംഗ്ലൂർ ധർമാരായ കോളേജിൽ അഡ്മിനിസ്ട്രേറ്ററാണ്. എനിക്ക് വീണ്ടും എഴുതി ഒടുവിൽ സത്യം വിജയിച്ചു വരും. എന്റെ രാഷ്ട്രീയ ജീവിതം, എന്റെ വ്യക്തി ജീവിതം, എന്റെ പൊതുജീവിതം അല്ലാതെ ഒരു കാലത്തും ഞാൻ മലീമസമാക്കാൻ ശ്രമിച്ചിട്ടില്ല. വളരെയേറെ തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. നേരത്തെ ഈ സുഹൃത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, ഒരു കാലത്ത് ഞാൻ അത്രയേറെ സ്നേഹിച്ച ശ്രീ CN ബാലകൃഷ്ണനെ ഞാൻ ചില പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നിർത്തുന്നത് അതൊരു തെറ്റാണ് ഞാൻ മനസ്സിലാക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പിച്ചവെച്ച് നടക്കുന്നതിനിടയിൽ അങ്ങനെ ഒറ്റയേറെ തെറ്റുകൾ, പ്രവർത്തന പരിചയം കൊണ്ട്, എടുത്തുചാട്ടം കൊണ്ട് ഒക്കെ
ഒക്കെ എന്റെ വ്യക്തി ജീവിതത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ പ്രമാദമായ കൊലക്കേസിൽ ഞാൻ പ്രതിയാകുന്നത് തന്നെ എന്റെ സുഹൃത്തുക്കൾക്കറിയാം. ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ സംഭവ സ്ഥലത്ത് പോലുമില്ല. പക്ഷേ പിന്നീട് ആ സംഭവ സ്ഥലത്തേക്ക് കടന്നു ചെന്ന് ഞാൻ കാട്ടിക്കൂട്ടിയ അല്ലെങ്കിൽ ഞാൻ നടത്തിയ അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പെരുമാറ്റത്തിന്റെ ഭാഗത്ത് ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. ഒരു വെല്ലുവിളിയുടെ രൂപത്തിൽ, ദാർഢ്യത്തിന്റെ രൂപത്തിൽ പല ആളുകളോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നേക്കാൾ വളരെ സീനിയറായിട്ടുള്ള, എന്നേക്കാൾ വളരെയധികം പ്രവർത്തന പാരമ്പര്യമുള്ള, എന്നെ വളരെയേറെ സ്നേഹിച്ച ആളുകളുടെ മനസ്സിനെ ഞാൻ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കതിൽ വേദനയുണ്ട്, കുറ്റബോധമുണ്ട്. ഇന്നലകളിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി കടന്നു വന്നപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആകും എന്ന് ആഗ്രഹിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞത് തീർത്തും ആത്മാർത്ഥമായാണ്. ഈ പാർട്ടി ഇങ്ങനൊരു നിയോഗം എനിക്ക് നൽകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ നിസ്വാർത്ഥമായി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി, KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റായി, ക്രൈസ്റ്റ് കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അതിനുശേഷം വീണ്ടും അതേ കോളേജിൽ ക്രൈസ്റ്റ് കോളേജ് യൂണിയൻ ചെയർമാനായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെ ചെറിയ ഒരു പദവിയാണ് ഒരു കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥാനം. എല്ലാ വർഷവും കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. എല്ലാ വർഷവും കോളേജുകളിൽ പുതിയ ചെയർമാൻമാരുണ്ടാകാറുണ്ട്. 1989 കാലഘട്ടത്തിൽ ക്രൈസ്റ്റ് കോളേജിൽ ചെയർമാനായി എന്നുള്ളത് എന്റെ രാഷ്ട്രീയ ജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ അത്ര വലിയൊരു സംഭവമല്ല. പക്ഷേ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികൾ, എന്റെ സുഹൃത്തുക്കൾ എനിക്ക് പകർന്നു തന്ന സ്നേഹം എന്നും എനിക്ക് മറക്കാൻ കഴിയാത്തതാണ്. ഇന്ന് ഈ സ്വീകരണ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ശ്രീ TV ജോൺസണും സംഘവും എന്റെ സുഹൃത്തുക്കളാണ്. രാഷ്ട്രീയ പ്രവർത്തകരായിട്ടല്ല ഞാൻ അവരെ അറിയുന്നത്, അവരെ സ്നേഹിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വലിയ ഒരു സുഹൃത്ത് വലയം എനിക്കുണ്ടായിട്ടുണ്ട്. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കാലഘട്ടത്തിൽ ഞാൻ ഓരോ വട്ടവും പരോളിന് വരുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന ആ പരോൾ ദിനങ്ങൾ ഉല്ലാസവേളകളാക്കി മാറ്റുന്ന വലിയ ഒരു സുഹൃത്ത് സംഘം. ആ സുഹൃത്ത് സംഘമാണ് എനിക്ക് എക്കാലവും രാഷ്ട്രീയത്തിലായാലും പൊതുരംഗത്തായാലും പ്രചോദനം നൽകിയത്. ഞാൻ ഈ കേസിൽ നിന്ന് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയപ്പോൾ എന്നോട് യാതൊരു കാരണവശാലും പൊതുരംഗത്ത് ഇനി പ്രവർത്തിക്കരുത്, അത് അപകടമാണ്, എങ്ങനെയെങ്കിലും ഒരു വിസ സംഘടിപ്പിച്ച് ഗൾഫിലേക്ക് പോവുകയാണ് സുരക്ഷിതത്വത്തിന് നല്ലത് എന്ന് എന്നെ ഉപദേശിച്ച ആളുകളുണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് പോലും ഈ ഒരു കേസിൽ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന ഒരു ആത്മബോധം എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് എന്തു വന്നാലും എന്നോടൊപ്പം നിൽക്കാൻ, എന്നെ അവരിലൊരാളായി കണ്ട് എന്നോടൊപ്പം എന്റെ സുഹൃത്തുക്കൾ, ഈ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ട വലിയൊരു സുഹൃത്തുക്കളെ അവർ എനിക്ക് പകർന്നു തന്ന സ്നേഹവും ധൈര്യവും ഇന്ന് ഈ പദവിയിൽ എന്നെ എത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഈ മറുപടി പ്രസംഗത്തിൽ വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ശ്രീ CN ബാലകൃഷ്ണൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി തൃശൂർ ജില്ലയിൽ പുനർനിയമനം ലഭിച്ച് തൃശൂർ ജില്ലയിൽ എങ്ങനെയാണ് ഒരു വ്യക്തി താൻ വേണ്ട എന്ന് പറഞ്ഞ തസ്തിക താൻ രാജിവെച്ചൊഴിഞ്ഞ ഒരു പദവി വീണ്ടും അദ്ദേഹത്തിന് തന്നെ ലഭിക്കുന്നത്. ആ സ്ഥാനം കൊണ്ടു നടക്കാൻ, ജില്ലയിൽ ഈ പാർട്ടിയെ നയിക്കാൻ, ജില്ലയിൽ കോൺഗ്രസിന് ശക്തമായ നേതൃത്വം നൽകാൻ അദ്ദേഹമല്ലാതെ മറ്റാരുമില്ല
എന്നുള്ള കണ്ടെത്തലിൽ നിന്നാണ് CN ബാലകൃഷ്ണനെ വീണ്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാകുന്നത്. അതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ എന്റെ മനസ്സിൽ ഒരു കുറ്റബോധം കടന്നുകൂടിയിരുന്നു. പുനർനിയമനത്തിന് ശേഷം എന്റെ അടുത്ത സുഹൃത്തുക്കൾ സുധീർ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞാൻ പറയും, CN ബാലകൃഷ്ണൻ കണ്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ, ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ എനിക്കൊരു ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പങ്കുവയ്ക്കാറുണ്ട്. തീർച്ചയായും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല എന്നെ നിയമിച്ച് കത്ത് നൽകിയപ്പോൾ എന്നോട് പറഞ്ഞതും തൃശൂർ ജില്ലയിൽ ശ്രീ CN ബാലകൃഷ്ണന്റെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് തൃശൂർ ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള നിയോഗം അനിലും കൂടി ഏറ്റെടുക്കണമെന്നുള്ളതാണ്. ചെറുപ്പക്കാരായ വലിയ ഒരു ടീം ഇന്ന് അദ്ദേഹത്തോടൊപ്പമുണ്ട്. തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട കാർഷിക വികസന ബാങ്ക് തെരഞ്ഞെടുപ്പ് ഒരു നിമിത്തമായി വന്നിരുമ്പോൾ ഞാനായാലും എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളായ ആരായാലും ഈ വേദിയിലിരിക്കുന്ന എത്ര ഉന്നതരായാലും ഈ പാർട്ടിയേക്കാൾ വലുതായി ഒന്നുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന നൂറ്റാണ്ടിലധികം പഴക്കമുള്ള 1883 എയോ ഹ്യൂംസ് എന്ന വിദേശി സ്ഥാപിച്ച ഈ പ്രസ്ഥാനം എത്രയോ നേതാക്കൾ ഈ പാർട്ടി വിട്ടുപോയി. വർത്തമാനകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ഞാൻ ആരാധിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന, എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ പ്രിയപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടുപോയി. യാഥാർത്ഥ്യം മനസ്സിലാക്കി അദ്ദേഹം പോലും ഈ പാർട്ടിയിലേക്ക് മടങ്ങി വന്നു. അത്ര വലിപ്പമുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അത്രയേറെ വൈവിധ്യങ്ങളുള്ള, അത്രയേറെ കരുത്തുറ്റ, ജനകോടികൾ അന്ധമായി വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അതിന് ഞാനോ അല്ലെങ്കിൽ CS മലരോ എല്ലാം ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. ഒരുവനും പാർട്ടിക്ക് അറിയുന്നതല്ല. എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സഹപ്രവർത്തകനെ സമഭാവനയോടെ കാണുവാൻ ഒരു കോൺഗ്രസ് നേതാവിന് കഴിയണം. ഒരു കാര്യം ഇരിങ്ങാലക്കുടയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഞാൻ ഉറപ്പു നൽകുന്നു, ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായി കാവിൽ സഞ്ചരിക്കുന്ന, താഴെ തലങ്ങാത്ത ഒരു സെക്രട്ടറി ആയിരിക്കില്ല. നിങ്ങളോടൊപ്പം മണ്ഡലം പ്രസിഡന്റ് മുതലുള്ള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ, കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്നവർ, അവർ മണ്ഡലം പ്രസിഡന്റ്, ബൂത്ത് പ്രസിഡന്റ് എന്നിവരാണ്. അല്ലാതെ കോൺഗ്രസിന്റെ ഉന്നത തസ്തികയിലിരിക്കുന്ന എന്നെ പോലുള്ള ആളുകളല്ല പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്നത്. ഞങ്ങളൊക്കെ നേരെ വിളിച്ചാൽ കാതിൽ കയറി ഏതെങ്കിലും പൊതുയോഗത്തിൽ പോയി 4 അക്ഷരം സംസാരിച്ച് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുവരുന്ന ആളുകളാണ്. പക്ഷേ ഈ പാർട്ടിയുടെ അടിസ്ഥാനപരമായ ശക്തി, ഈ പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നത് താഴെത്തട്ടിലാണ്. ആ താഴെത്തട്ടിലുള്ള പ്രവർത്തകനെ ബഹുമാനിച്ചുകൊണ്ട്, അവനെ അംഗീകരിച്ചുകൊണ്ട്, അവന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയണേ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്. തീർച്ചയായും ഈ ചടങ്ങ് അവിസ്മരണീയമാണ്. ഈ ചടങ്ങ് വളരെ മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പങ്കാളിത്തം കൊണ്ട്, ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച ആളുകളുടെ പങ്കാളിത്തം തന്നെ ഈ ചടങ്ങിന്റെ വ്യത്യസ്തത ഒഴിവാക്കുന്നു. ഈ സദസ്സിലിരിക്കുന്ന ആളുകൾ എനിക്ക് ഓരോരുത്തരെയും വ്യക്തിപരമായി അടുത്തറിയാവുന്ന ആളുകളാണ്. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകർ മാത്രമല്ല ഈ സദസ്സിലുള്ളത്, കോൺഗ്രസിന്റെ സംഘടനാ നേതാക്കൾ മാത്രമല്ല ഈ വേദിയിലുള്ളത്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ പ്രമാദമായ ഒരു കൊലക്കേസിൽ കുറ്റാരോപിതനായി കേരളത്തിലെ പത്രങ്ങൾ മുഴുവൻ എന്നെ കൈ ചൂണ്ടി പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന കാലഘട്ടത്തിൽ ശ്രീ വർഗീസ് തൊടുപുഴക്കൽ ഒരു പത്രം നടത്തിയിരുന്നു, നാട്ടുനാദം എന്ന പത്രം. ആ പത്രത്തിന്റെ സർക്കുലേഷന്റെ കോപ്പി വേണമോ, ആ പത്രത്തിന്റെ ഒരു ബാഹുല്യമോ കെട്ടിലും മട്ടിലുമുള്ള സൗന്ദര്യമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കൊച്ചനിയൻ പദം പ്രതിസ്ഥാനത്ത് നിരപരാധികളോ എന്ന് ചോദിച്ചുകൊണ്ട് കേരളത്തിലെ പത്രമാധ്യമ
അതുപോലെ തന്നെ ശ്രീ ബാലചന്ദ്രൻ പണിക്കർക്ക് എനിക്ക് മറക്കാൻ കഴിയില്ല. അത്രയേറെ നേരത്തെ ഞങ്ങളുടെ ആദരണീയനായ ശ്രീ സി എൻ ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, കേരളത്തിലെ നവോത്ഥാന രംഗത്ത് ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സാഹിത്യ പ്രതിഭയാണ് ശ്രീ ബാലചന്ദ്രൻ പണിക്കർ. എത്രയോ കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ ഇദ്ദേഹത്തിന്റെ ക്ലാസുകൾ ഒരു അച്ചടക്കമുള്ള കുട്ടിയെ പോലെ ഞാൻ ഇന്ന് കേട്ടിട്ടുണ്ട്, കുറിച്ചെടുത്തിട്ടുണ്ട്. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി, വളരെ വാത്സല്യത്തോടുകൂടി എന്നോട് ഏതു കാലത്തും പെരുമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ എൻ കെ സുധീർ ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. വളരെ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളാണ്. ലണ്ടനിൽ നിന്ന് ബിടെക് നേടിയിട്ടുള്ള സുധീർ ലോകത്തിൽ ഒത്തിരി രാജ്യങ്ങളിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ ജോലി ചെയ്ത് വിദേശ സഞ്ചാരം നടത്തിയിട്ടുള്ള ആളാണ്. ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്നുള്ളത് മാത്രമല്ല, എന്റെ ഒരു വളരെ ആത്മസുഹൃത്താണ് അദ്ദേഹം. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പല നിലപാടുകളും ഞാൻ അദ്ദേഹവുമായി തുറന്ന് ചർച്ച ചെയ്യാറുണ്ട്. ഈ ചർച്ചകളിലൂടെയാണ് തീർച്ചയായും ഈ എന്റെ പല തെറ്റുകളും ഞാൻ തുറന്നു പറയാറ്. ശ്രീ ഐ കെ ശിവജ്ഞാനം ഞാൻ ഓർമ്മ വയ്ക്കുമ്പോൾ KPCC മെമ്പറാണ് ശ്രീ ഐ കെ ശിവജ്ഞാനം. അദ്ദേഹം ധരിക്കുന്ന ആ തൂവള്ള വസ്ത്രത്തിന് ഒരിക്കൽ പോലും അഴിമതിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മലീമസമായ ഒരു കഥ പുരണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അത്തരം ആളുകൾ തീർച്ചയായും CSCS വാര്യർ എത്രയോ ബഹുമാന്യനായ ആദരണീയനായ, ഞാനൊക്കെ ഒരു കാലത്ത് അദ്ദേഹത്തെ ഈ പറഞ്ഞ കൂട്ടത്തിൽ പ്രായമായില്ലേ, മാറിക്കൂടെ എന്നൊക്കെ ചോദിച്ച ആളാണ്, അല്ലെങ്കിൽ ചോദിക്കാൻ മടിയില്ലാത്ത ആളാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു വലിപ്പം ഞാൻ മനസ്സിലാകുന്നത് ഇദ്ദേഹത്തെ ഈ അടുത്ത് ഈ കാർഷിക വികസന മേഖലയിൽ ഇദ്ദേഹത്തിന്റെ പാനലിനെ സഹായിക്കാൻ ഒരു നിയോഗം പോലെ എനിക്കൊരു അവസരം വന്നപ്പോഴാണ്. ഇത്ര വിനയാന്വിതനായ ഒരു മനുഷ്യൻ, ഇരിങ്ങാലക്കുടയിലെ പല സഹകരണ പ്രസ്ഥാനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി, ഉണ്ടാക്കിയ വ്യക്തി. കാർഷിക വികസന ബാങ്ക് അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ഏതാനും ചില ആളുകൾ കുത്തകയാക്കി വെച്ച കാലഘട്ടത്തിൽ ഹൈക്കോടതിയിൽ കേസ് നടത്തി ഇരിങ്ങാലക്കുടയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ആ ബാങ്ക് പിടിച്ചു കൊടുത്ത വ്യക്തിയാണ്. അന്ന് MC പോള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പോളേന്റെ വീട്ടിൽ പോയി 1 മണിക്കൂറോളം പോളേണ്ടുമായി സംസാരിച്ചു. പോളേണ്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് CACS വാര്യർ. ACS വാര്യരാണ് എന്നോട് വന്നത് ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് പോളേണ്ട അതില് ആരെയും നമുക്ക് കണ്ടെത്തണമെന്ന് പറഞ്ഞു. എനിക്ക് സഹകരണ രംഗം താല്പര്യമില്ലാത്തതുകൊണ്ട് യാക്സിനെ ഞാൻ സഹകരണ രംഗത്തേക്ക് കൊണ്ടുവന്നതിന്റെ വൈസ് പ്രസിഡന്റ് ആക്കിക്കൊണ്ടു. ഇരിങ്ങാലക്കുടയിലെ ഹൗസിംഗ് കോപ്പറേറ്റീവ് ബാങ്ക് ഇന്ന് സിറ്റി സെബാസ്റ്റ്യൻ സൊസൈറ്റി ബാങ്ക് CACS വാര്യരുടെ സൃഷ്ടിയാണ്. അങ്ങനെ സഹകരണ രംഗത്ത് ഇത്രയേറെ സൃഷ്ടി നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാർഷിക വികസന മേഖലയായി കഴിഞ്ഞ 4 വർഷമായി ഇന്ത്യ ഗവൺമെന്റിന്റെ അവാർഡ് ഏറ്റുവാങ്ങുന്ന CACS വാര്യർ. അതുപോലെ തന്നെ ശ്രീ ശോഭനേട്ടൻ വളരെ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ രാഷ്ട്രീയത്തിൽ വിജയിച്ചു തുടങ്ങുമ്പോൾ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്ന ശ്രീ ശോഭനേട്ടൻ ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആയ എന്റെ നേതാവ് എന്ന് എന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ സത്യത്തിൽ ആ ഒരു മനസ്സിന്റെ വലിപ്പം തീർച്ചയായും വളരെ ചെറിയ പിള്ളേര്, ഞങ്ങളെയൊക്കെ വളരെ കൊച്ചുകുട്ടികളായിട്ട് കാണുന്ന കോൺഗ്രസ്സുകാർ, ശ്രീ TJ തോമസ്, ഞാനൊക്കെ രാഷ്ട്രീയ രംഗത്ത് കേരള വിദ്യാർത്ഥി യൂണിയന്റെ എളിയ പ്രവർത്തകനായി നിരവധി കേസുകൾ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് നടത്താൻ പണമില്ലാതെ കൊണ്ടുചെന്ന് സൗജന്യമായി ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ TJ തോമസ്. അദ്ദേഹം KPCC മെമ്പറായിരുന്നു. അദ്ദേഹം വളരെ വളരെ സന്തോഷത്തോടുകൂടി എന്റെ സ്ഥാനാർത്ഥിയെ നോക്കിക്കണ്ട ആളാണ്. അതുപോലെ തന്നെ ശ്രീ ആന്റണി കെക്കേക്കര, ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ക്രൈസ്റ്റ് കോളേജിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്ക് ഞാനൊക്കെ വളരെ ആരാധനയോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു വ്യക്തിത്വം. നെല്ലാങ്കരി സംഭവം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ബസ് കത്തിച്ച പ്രശ്നത്തിൽ ഏതാണ്ട് 200ഓളം ഗുണ്ടകൾ ഗാനാവിൽ ആന്റണി കെക്കേക്കരയെ ആക്രമിക്കാനായി എത്തുമ്പോൾ 10 ആളുകൾ പ്രകടനം നയിക്കുന്ന ആന്റണി കെക്കേക്കരയെ വളരെ
എന്റെ ഒപ്പം പ്രവർത്തിച്ച ശ്രീ ജോസ് കുഞ്ഞേ മുതൽ എന്റെ മുന്നിലിരിക്കുന്ന റിട്ടയർഡ് യൂണിവേഴ്സിറ്റി തങ്കപ്പൻ സാർ, ഞാൻ ഇന്ന് തങ്കപ്പൻ സാറിനോട് പറഞ്ഞു, ഞാൻ ശിക്ഷിക്കപ്പെട്ട് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസർ ശ്രീ ടി വി ജോൺസണോടൊപ്പം കയറി വരുന്നു. അന്ന് തൃശൂർ യൂണിവേഴ്സിറ്റി ആയിരുന്ന ശ്രീ തങ്കപ്പൻ സാറിനെ ഞാൻ കെട്ടിപ്പിടിച്ചിട്ടാണ്. അത്രമാത്രം ഒരു ബന്ധം എനിക്ക് തങ്കപ്പൻ സാറുമായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും തീർച്ചയായും രാഷ്ട്രീയ രംഗത്തെ എന്റെ നേട്ടം അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലെ എന്റെ നേട്ടം ഈ സുഹൃത്ത് ബന്ധമാണ്. ഈ സുഹൃത്ത് ബന്ധം നിലനിർത്താൻ കഴിയുക, ഇത്രമാത്രം സുഹൃത്തുക്കളുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ കഴിയുക, ഇവരുടെ വാത്സല്യം ഉയരാൻ കഴിയുക എന്നത് എന്റെ ജീവിതത്തിലെ വലിയ ഒരു നേട്ടമായി, വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. വ്യക്തി ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ പ്രമാദമായ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് വിവാഹ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച് നിന്നിരുന്ന ഒരാളാണ്. തീർച്ചയായും എനിക്ക് പെണ്ണു കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങാനങ്ങളിൽ വളരെ ചർച്ചാ വിഷയമായിരുന്നു. പക്ഷേ അങ്ങനെയും സംഭവിച്ചു. എന്റെ ജീവിതത്തിലേക്ക് എന്റെ സഹധർമ്മിണിയായി ശൈജ കടന്നു വന്നു. വളരെ ആവേശത്തോടുകൂടി രാഷ്ട്രീയ രംഗത്ത് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെ വളരെ വിമർശനാത്മകമായൊക്കെ എന്നെ വിമർശിക്കാനുള്ള അല്ലെങ്കിൽ തെറ്റിൽ ചൂണ്ടിക്കാട്ടാനുള്ള അത്തരം ഒരു വിവാഹ ജീവിതം എനിക്ക് കഴിയുന്നു. എനിക്ക് എന്റെ സുഹൃത്തുക്കളോട്, എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. അതുപോലെ തന്നെ ശ്രീ ചെറുപ്പിൽ നിന്നുള്ള ശ്രീ രാധാകൃഷ്ണൻ എനിക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഒരു പരോളിന് വന്നപ്പോൾ ചെറുപ്പിലുള്ള രാധാകൃഷ്ണന്റെ അടുത്ത് ഞാൻ ചെന്നു. എനിക്ക് ഹൈക്കോടതി ജാമ്യം നിശ്ചയിച്ച സമയത്ത് ഫെബ്രുവരി 29-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ നീ പുറത്തു വന്നിരിക്കും എന്ന് എന്നോട് പ്രവചനം നടത്തിയ അതേ 29-ാം തീയതിയാണ് എനിക്ക് ഹൈക്കോടതി ജാമ്യം ലഭിച്ചത്. ശ്രീ രാധാകൃഷ്ണൻ, അതുപോലെ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഞാൻ നിങ്ങളുടെ ഒരാളാണ്. ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആയി എന്നുള്ളത് എന്നെ ഒട്ടും അലോസരപ്പെടുത്തുന്നില്ല, എന്നെ ഒട്ടും അഹങ്കരിക്കുന്നില്ല. അഹങ്കാരം എനിക്ക് ഇടക്കാലം വെച്ച് ഉണ്ടായിരുന്നു. അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആയിക്കോടല്ല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയ സമയത്ത് സത്യത്തിൽ എനിക്ക് അങ്ങനൊരു അഹങ്കാരം ഒക്കെ തോന്നിയിരുന്നു. അത് തെറ്റാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടായിരിക്കും. ഈ സ്ഥാനത്തെത്തി ഞാൻ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീ CN ബാലകൃഷ്ണന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ ജില്ലയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ, കോൺഗ്രസിന്റെ ഒരു വലിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഏതൊരു താഴെ തട്ടിൽ പോയി പണിയെടുക്കാനും കുടുംബ ബന്ധങ്ങളുണ്ടാക്കി പണ്ടൊക്കെ ഞങ്ങൾ ക്രൈസ്റ്റ് കോളേജില് KSUവിനെ ശക്തിപ്പെടുത്താൻ ചെയ്തത് 36 ആളുള്ള KSUവിന്റെ ജനറൽ ബോഡി യോഗത്തില് KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റായ ആളാണ്. അന്ന് SFI ആണ് കോളേജ് ഭരിക്കുന്നത്. എങ്ങനെയാണ് കോളേജ് തിരിച്ചു പിടിക്കുക എന്ന് ചിന്തിച്ചപ്പോൾ വ്യക്തിബന്ധം ഉണ്ടാക്കിയാലേ കോളേജ് തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ. ആ അന്നുണ്ടാക്കിയ വ്യക്തിബന്ധമാണ് ഇന്ന് ഈ കാണുന്ന സുഹൃത്ത് ബന്ധമായി മാറിയത്. ക്രൈസ്റ്റ് കോളേജിൽ ഞാൻ ചെയർമാനായിരുന്നപ്പോൾ പാട്ട് പാടാൻ വന്നിരുന്ന ഒരു കൊച്ചു പയ്യൻ, PDPക്ക് പഠിച്ചിരുന്ന ഇന്ന് പ്രാർത്ഥനാകാലം ആരംഭിച്ച ഗോപകുമാർ, ആ ഗോപകുമാറിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ആ ഗോപകുമാറിന്റെ അച്ഛനും അമ്മയുമായി എനിക്ക് അടുപ്പമുണ്ട്. എന്ന് വേണ്ട, അന്ന് ക്രൈസ്റ്റിൽ പഠിച്ചിരുന്ന നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള, നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും കുടുംബമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ സമ്പന്നമായ സ്ഥിതിയിൽ ജോലി ചെയ്യുന്ന ക്രൈസ്റ്റ് കോളേജിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അവർ നാട്ടിലേക്ക് 10 ദിവസത്തെ ലീവിന് വരുമ്പോൾ പോലും എന്നെ വിളിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാറുണ്ട്. ആ ഒരു ചോദ്യം ഞാൻ ബാക്കി നിർത്താറാണ് പതിവ്. ആ ഒരു ആത്മബന്ധം തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലുണ്ടാക്കിയ അത്തരം ഒരു ആത്മബന്ധം, അത്തരം ഒരു കുടുംബ ബന്ധം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഈ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നത് മാത്രമല്ല, ഇനി ഒരിക്കലും ഇടതുപക്ഷത്തിനോ മറ്റു ശക്തികൾക്കോ കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ
ഒരു വൻ ശക്തിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറും. തീർച്ചയായും ശ്രീ CN ബാലകൃഷ്ണന്റെ നേതൃത്വത്തിന് അതിനുള്ള ശേഷിയുണ്ട്. അദ്ദേഹം നിരവധി വർഷം ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അനിശ്ചിതമായ നേതൃത്വം നൽകിയാണ്. അദ്ദേഹം നേതൃത്വം നൽകുന്ന കാലഘട്ടത്തിൽ 14 അസംബ്ലി സീറ്റിൽ 12 സീറ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിയിട്ടുള്ള ചരിത്രമുണ്ട്. 2 പാർലമെന്റ് സീറ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിയിട്ടുള്ള ചരിത്രമുണ്ട്. ഇടക്കാലം വെച്ച് സംഭവിച്ച അപജയങ്ങൾ, ഇടക്കാലം സംഭവിച്ച പാളിച്ചകൾ അതെല്ലാം നമുക്ക് മറന്നു കളയണം. ആദരണീയനായ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങണം. എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ തയ്യാറാണ്. ആരുമായും ഒരു വ്യക്തിവിദ്വേഷവും വെച്ചു പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാളുമായും ഘടകത്തോടെ പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളും ആ ഒരു മനസ്സോടെ കടന്നു വരണം. എനിക്ക് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം തെറ്റുകളിൽ കാണുന്ന സമീപനമാണ്. പാർട്ടിയുടെ അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ ഇരുത്തിക്കൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു എളിയ ഭാരവാഹി എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. പാർട്ടിയുടെ അർഹമായ സ്ഥാനങ്ങൾ അർഹരായ ആളുകളുടെ കൈകളിലെത്തണം. തീർച്ചയായും മണിയടിച്ചും പാദസേവ ചെയ്തും ഉപഗ്രഹങ്ങളെ പോലെ നേതാക്കന്മാർക്ക് വട്ടം കറങ്ങിയും നടക്കുന്ന ആളുകൾക്ക് പങ്കുവെച്ചു കൊടുക്കാനുള്ളതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനങ്ങൾ എന്ന് പാർട്ടി തീരുമാനമെടുത്ത് ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന, ഈ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുന്ന, ഈ പാർട്ടിക്ക് വേണ്ടി വിറക് വെട്ടുന്ന വിറകുവെട്ടികളും വെള്ളം കോരികളുമായി സാധാരണ ജനം കാണുന്ന കോൺഗ്രസ് പ്രവർത്തകനെ അവനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം. തീർച്ചയായും ഒരു സഹകരണ സംഘ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതാത് വാർഡുകളിൽ മത്സരിക്കേണ്ടത് കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളായിരിക്കണം. കോൺഗ്രസിന്റെ കർമ്മഭടന്മാർ കോൺഗ്രസിന് നേതൃത്വം നൽകിയാൽ ആ കൈപ്പത്തി ചിഹ്നത്തിൽ നമുക്ക് കോൺഗ്രസുകാരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. കോൺഗ്രസുകാരെ വിജയിപ്പിച്ചെടുത്താൽ പിന്നീട് ഒരു കാലത്തും കോൺഗ്രസിന് വേണ്ടി ശക്തിപ്പെടുത്താൻ നമ്മൾ ഒറ്റയ്ക്ക് ഓടി നടക്കേണ്ടി വരില്ല. തീർച്ചയായും കഴിഞ്ഞ സംഭവങ്ങളൊക്കെ നാം മറക്കുന്നു, ഞാൻ മറക്കുന്നു, നിങ്ങളും മറക്കുന്നു. ഇനി ഇന്ന് ഈ സുദിനത്തിൽ ഈ അവിസ്മരണീയമായ എന്റെ വ്യക്തി ജീവിതത്തിലെയും രാഷ്ട്രീയ ജീവിതത്തിലെയും സുഹൃത്ത് ജീവിതത്തിലെയും അവിസ്മരണീയമായ ഈ ദിനത്തിൽ ആദരണീയനായ ഞാൻ ഏറെ ആരാധിക്കുന്ന അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, എന്റെ മകനെ പോലെ ഞാൻ സ്നേഹിച്ച എന്ന് എന്നെ വിശേഷിപ്പിച്ചു. തീർച്ചയായും എന്റെ അച്ഛനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ശ്രീ CN ബാലകൃഷ്ണനെ സാക്ഷി നിർത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ കോൺഗ്രസ് ശക്തിപ്പെടണം. കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകന് അംഗീകാരം കിട്ടണം. കോൺഗ്രസിൽ പണിയെടുക്കുന്നവന് അംഗീകാരം കൊടുത്ത് കോൺഗ്രസിൽ പണിയെടുക്കുന്നവനെ അംഗീകരിച്ച് കോൺഗ്രസിന്റെ താഴെത്തട്ടിൽ നമുക്ക് ഈ കോൺഗ്രസ് കെട്ടിപ്പടുക്കണം. കോൺഗ്രസിന്റെ താഴെത്തട്ടിൽ നമുക്ക് ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾ നേടിയെടുക്കണം. ഒരു പ്രവർത്തകന് വേദനിച്ചാൽ ആ വേദനയിൽ പങ്കുചേരുന്ന, ഒരു പ്രവർത്തകന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തന സംസ്കാരം ഇവിടെ ഉദയം കൊള്ളണം. അതിന്റെ തുടക്കം ഇരിങ്ങാലക്കുടയിൽ നിന്നാകട്ടെ. കോൺഗ്രസിന് ഏറെ വളർച്ചയുള്ള മണ്ണിൽ ശ്രീ തോമസ് ഉണ്ണിയാടൻ എന്റെ പ്രിയ സുഹൃത്ത് പിടിച്ചെടുത്ത ഒരു സീറ്റാണ് ഇരിങ്ങാലക്കുട. തന്റെ പ്രവർത്തനം കൊണ്ട്, പ്രവർത്തനത്തിലെ മികവ് കൊണ്ട് ആ സീറ്റ് അദ്ദേഹത്തിന് ഇരിങ്ങാലക്കുടയിലെ കോൺഗ്രസ് പ്രവർത്തകർ തിരികെഴുതി കൊടുത്തു. എതിരാളിയെ പോലും കിട്ടാത്തതാണ് ശ്രീ തോമസ് ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുടയിലെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ഇരിങ്ങാലക്കുടയിലെ സാധാരണ പ്രവർത്തകർ, രാഷ്ട്രീയമില്ലാത്ത ആളുകൾ പോലും ശ്ലാഘിക്കുമെങ്കിൽ ഇരിങ്ങാലക്കുടയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അത് ഏത് തസ്തികയിലുള്ള നേതാവായാലും മണ്ഡലം പ്രസിഡന്റ് മുതൽ മേലോട്ടുള്ള അല്ലെങ്കിൽ ബൂത്ത് പ്രസിഡന്റ് മുതൽ മേലോട്ടുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും മാതൃകയാക്കാൻ ഇരിങ്ങാലക്കുടയിലെ കോൺഗ്രസിന് കഴിയണം. അത്തരം നേതൃത്വമുള്ള, സ്വഭാവശുദ്ധിയുള്ള, അഴിമതിയുടെ കറവില്ലാത്ത, വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാത്ത
ഒരു കോൺഗ്രസ് നേതൃത്വം ഇവിടെ ഉദയം കൊള്ളണം. അതിന് ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ ജില്ലയിലെ കോൺഗ്രസിന് മാതൃകാപരമായി നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിയട്ടെ. ജഗദീശൻ എനിക്ക് അതിന് അവസരം തരട്ടെ. അതിന് നിങ്ങളുടെ പ്രാർത്ഥനകൾ ശക്തി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നൽകിയ സന്തോഷപൂർണമായ അവിസ്മരണീയമായ ഈ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. ഈ സംഘാടക സമിതിയുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മുഴുവൻ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് കോൺഗ്രസ്. നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം.